ഹരിയും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശ്രീധർമ്മശാസ്താഷ്ടകം എന്ന അതിസുന്ദരമായ ഒരു സ്തോത്രകൃതിയെക്കുറിച്ചാണ്. ഇതിൽ ധർമ്മശാസ്താവിനെ സ്തുതിക്കുന്ന 8 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ വിചിന്തനം ചെയ്ത് ഭഗവാന്റെ വൈഭവത്തെ ചെറുതായെങ്കിലും മനസ്സിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഭഗവത് ഭാവത്തെ ഉള്ളിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ അതിലൂടെ ഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. അതിനായുള്ള ഭാഗ്യം ആ ഭഗവാൻ ശ്രീധർമ്മശാസ്താവ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃതിയിലേക്ക് പ്രവേശിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീധർമ്മശാസ്താഷ്ടകം. ബന്ധൂകബന്ധുരരുചിം കലധൗതഭാസം പഞ്ചാനനം ദുരിതവഞ്ചനധീരമീശം പാർശ്വദ്വയാകലിതശക്തികടാക്ഷചാരും നീലോത്പലാർച്ചിതതനും പ്രണതോസ്മി ദേവം. ആദ്യം തന്നെ ഭഗവാന്റെ ശോഭയെ വർണ്ണിക്കുകയാണ്. ഭഗവാന് 2 തരത്തിലുള്ള ശോഭയുണ്ട്. ഒന്ന് ബന്ധൂകബന്ധുരരുചിം, മറ്റേത് കലധൗതഭാസം. ബന്ധൂക ശബ്ദത്തിന് ചെമ്പരത്തി എന്നാണ് അർത്ഥം. ബന്ധുര ശബ്ദത്തിന് മനോഹരം എന്നാണ് അർത്ഥം. രുചി എന്ന ശബ്ദത്തിന് ശോഭ എന്നാണ് അർത്ഥം. അപ്പോൾ ചെമ്പരത്തിയുടെ മനോഹരമായ ശോഭയോടൊത്തവനാണ് ഭഗവാൻ ശ്രീധർമ്മശാസ്താവ്. ചെമ്പരത്തിയുടെ ശോഭ ചുവന്ന ശോഭയാണ്, അരുണ നിറമാണ് ഭഗവാൻ ഉള്ളതെന്ന് അതിൽ നിന്നും ഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ പറയുന്നു കലധൗതഭാസം. കല ശബ്ദത്തിന് മനോഹരം എന്നർത്ഥം, ധൗത ശബ്ദത്തിന് വെള്ളി എന്നർത്ഥം, ഭാസ ശബ്ദത്തിന് ശോഭ പ്രകാശം എന്നർത്ഥം. അപ്പോൾ വെള്ളിയുടെ പ്രകാശമുള്ള മനോഹാരിതയാണ് അദ്ദേഹത്തിനുള്ളത്. രണ്ടിലും മനോഹരം എന്ന പദം വരുന്നുണ്ട്. ഒന്നിൽ ബന്ധുരം എന്നും മറ്റേതിൽ കലയെന്നും. അപ്പോൾ മനോഹര സ്വരൂപനാണ് ഭഗവാൻ. ഭഗവാനെ കണ്ടാൽ നമ്മുടെ മനസ്സ് സ്വാഭാവികമായും ഭഗവാനിലേക്ക് ചെന്ന് ലയിക്കും. അതുകൊണ്ട് മനസ്സിനെ ഹരിക്കുന്നവനാണ്, മനോഹരനാണ്. ആ മനോഹാരിത 2 ഭാവത്തിൽ കാണപ്പെടുന്നു. അരുണവർണ്ണത്തിലും അതുപോലെ വെള്ളിയുടെ നിറത്തിലും, നല്ല വെളുത്ത നിറത്തിലും. എന്തുകൊണ്ടാണ് ഈ 2 നിറവും ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അത് അദ്ദേഹത്തിൻ്റെ ഭാവത്തെ സൂചിപ്പിക്കാനാണ്. അദ്ദേഹം ഹരിഹര സുതനാണ്. ഹരിയുടെയും ഹരന്റെയും മകനാണ്. ഹരിയുടെ നിറം ചുവപ്പാണ്. എന്തുകൊണ്ട്? ഹരി ഇവിടെ സ്ത്രീഭാവത്തിലാണ് ഇരിക്കുന്നത്. ശക്തിയുടെ ഭാവത്തിലാണ് ഹരി ഇരിക്കുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ശാസ്താവിൻ്റെ ജനനം സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് മഹാവിഷ്ണു ആ ലളിതാ പരമേശ്വരിയെ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ പ്രസാദം സമ്പാദിച്ചിട്ടാണ് മോഹിനി രൂപത്തെ ധരിച്ചതെന്ന്. അതായത് ശക്തിയുടെ അംശം തന്നെയാണ് മോഹിനി, ശക്തി തന്നെയാണ് മോഹിനി. അപ്പോൾ ഇവിടെ ഹരിയും ലളിതയും തമ്മിൽ ഒരു ഭേദവും കൽപ്പിക്കാൻ പാടില്ല. ആ പരാശക്തി തന്നെയാണ് ഹരി ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് പരാശക്തിയുടെ നിറമായ ചുവപ്പ്, ആ അരുണിമ ഇവിടെ ഹരിക്ക് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഹരിയുടെ അംശമുണ്ടെന്ന് കാണിക്കാൻ ഭഗവാനും അരുണ നിറം പറഞ്ഞിരിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ പിതൃസ്ഥാനത്തിരിക്കുന്നത് സാക്ഷാത് മഹാദേവനായ ഹരനാണ്. അപ്പോൾ ഹരന്റെ നിറമാണ് വെളുത്ത നിറം. ഹരനെ പല ഭാവത്തിൽ വർണ്ണിക്കുന്നുണ്ടെങ്കിലും ഹരനെ അധികവും വർണ്ണിച്ച് കാണുന്നത് അദ്ദേഹത്തിന്റെ ഗൗരഭാവത്തിലാണ്. നല്ല വെളുവെളുത്ത ഭാവത്തിലാണ്. മഞ്ഞു പോലത്തെ വെളുപ്പുണ്ട്, വെള്ളിയുടെ വെളുപ്പുണ്ട് എന്നൊക്കെ വർണ്ണിച്ച് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ പിന്നെ കാണുന്നൊരു വർണ്ണന സ്വർണത്തിന്റെ, ഉരുക്കിയ സ്വർണത്തിന്റെ നിറമാണ് എന്നും കാണുന്നുണ്ട്. അത് കൂടുതലും രുദ്രന്റെ ഭാവത്തിലാണ് പറയുന്നത്. എന്നാൽ ശിവന്റെ ഭാവമായി പറയുമ്പോൾ മിക്കവാറും ഈ വെളുത്ത നിറമാണ് കൽപ്പിക്കുന്നത്. അപ്പോൾ ഹരന്റെ വെളുപ്പും ഹരിയുടെ ചുവപ്പും ഒന്നിച്ചു ചേർന്നുണ്ടായിട്ടുള്ള പുത്രനാണ് ഹരിഹരസുതനായ ശ്രീധർമ്മശാസ്താവ്. അപ്പോൾ 2 പേരുടെയും അംശം ഒരേ സമയം അദ്ദേഹത്തിൽ ശോഭിക്കുന്നു എന്നിവിടെ കാണിക്കുന്നു. അപ്പോൾ ആ ഒരു ഭാവം, ഹരി സ്ഥിതികാരകനാണ്, അപ്പോൾ ലോകത്തെ പാലിക്കുന്നവനാണ് അദ്ദേഹം. അതുപോലെ മോക്ഷദായകനാണ് ഹരൻ, അപ്പോൾ മോക്ഷം നൽകുന്നവനുമാണ്. ഈ 2 പ്രവൃത്തിയും ഒരുപോലെ ചെയ്യുന്നവനായതുകൊണ്ട് ഇവിടെ ഈ 2 ഭാവവും ശോഭയും അദ്ദേഹത്തിന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ 2 ശോഭയും ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ 2 അംശങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളണം. അത് കഴിഞ്ഞ് വിളിക്കുന്നു പഞ്ചാനനം. പഞ്ചശബ്ദത്തിന് വിസ്തൃതമായ എന്നർത്ഥം വരും. പച്ച് ധാതുവിൽ നിന്നാണ് ഇത് വരുന്നത്. അങ്ങനെ വിസ്തൃതമായ ആനനം, മുഖം, അതായത് വായ. വിസ്തൃതമായ വായയോടൊത്തവൻ എന്നർത്ഥം വന്നു. അങ്ങനെ വിളിക്കുന്നത് ആരെയാ? പഞ്ചാനനൻ എന്ന് വിളിക്കുന്നത് സിംഹത്തെയാണ്. അപ്പോൾ ഇവിടെ ഭഗവാനെ സിംഹമായി ഉപമിച്ചിരിക്കുന്നു എന്നൊരർത്ഥമെടുക്കാം. ഭഗവാൻ സിംഹമാണ്. കാട്ടിലെ
സിംഹമാണ് കാട് ഭരിക്കുന്നത്, അതുപോലെ ഈ ലോകത്തെ ഭരിച്ച് നിലനിർത്തുന്ന ശാസ്താവായതുകൊണ്ട് അദ്ദേഹം പഞ്ചാനനനാണ്. സിംഹ ശബ്ദത്തിന് ശ്രേഷ്ഠത എന്നർത്ഥമുണ്ട്, ശ്രേഷ്ഠൻ എന്നർത്ഥമുണ്ട്. കാരണം അത്രയും ശ്രേഷ്ഠമായ ഒരു ജീവിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സിംഹത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ ശ്രേഷ്ഠതയും ഇവിടെ കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വളരെ വിസ്തൃതമായ വായയോടൊത്തവനാണ് എന്നർത്ഥമാണ്. അതുകൊണ്ടാണ് സിംഹം എന്ന പദം കിട്ടുന്നത്. സിംഹത്തിനെ പഞ്ചാനന എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഭഗവാൻ തന്നെ വിസ്തൃതമായ മുഖത്തോടുകൂടി വളരെ വലിയ വായയോട് കൂടിയിരിക്കുന്ന ഭാവത്തിലാണ് എന്നും വേണമെങ്കിൽ സങ്കല്പിക്കാം. കാരണം ദുഷ്ടന്മാരെ ശാസിക്കുന്നവനാണ്, ദണ്ഡിക്കുന്നവനാണ്. അപ്പൊ അവരെ ഭയപ്പെടുത്താനുള്ള ആ രൗദ്രഭാവം, രുദ്രന്റെ അംശമുണ്ടല്ലോ, സാക്ഷാത് മഹാദേവന്റെ അംശമുണ്ടല്ലോ, അപ്പോൾ ആ രൗദ്രഭാവം കാണിക്കാനായിട്ട് അദ്ദേഹം വലിയ വായയോടിരിക്കുകയാണ് എന്നും വേണമെങ്കിൽ കൽപ്പിക്കാം. ഇനി അതല്ലെങ്കിൽ പഞ്ചാനന ശബ്ദത്തിന് 5 മുഖമുള്ളവൻ എന്ന അർത്ഥവും വരും. ഏതാണ് ഈ 5 മുഖങ്ങൾ? ഇത് മഹാദേവന്റെ ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം മഹാദേവന് ഈ 5 മുഖങ്ങൾ ഉള്ളതായിട്ട് പുരാണങ്ങൾ പറയുന്നു. അതായത് അദ്ദേഹം ഓരോ ദിക്കിലേക്കും നോക്കും, 4 ദിക്കിലേക്കും നോക്കും, അതുപോലെ മുകളിലേക്ക് നോക്കും. ഇങ്ങനെ 4 ദിക്കും മുകളിലേക്കും നോക്കുന്നതായ 5 മുഖങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്നും അതിന് സൂക്ഷ്മമായ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടെന്നും പുരാണങ്ങളിലെല്ലാം കാണാം. അപ്പൊ അതിലെ 5 മുഖങ്ങൾ: കിഴക്കോട്ട് നോക്കുന്ന മുഖം തത്പുരുഷൻ എന്നും, പടിഞ്ഞാറോട്ട് നോക്കുന്ന മുഖം സദ്യോജാതൻ എന്നും, വടക്കോട്ട് നോക്കുന്ന മുഖം വാമദേവൻ എന്നും, തെക്കോട്ട് നോക്കുന്ന മുഖം അഘോരം എന്നും, മുകളിലേക്ക് നോക്കുന്നത് ഈശാനൻ എന്നും വിളിക്കപ്പെടുന്നു. അപ്പോൾ തത്പുരുഷൻ, സദ്യോജാതൻ, വാമദേവൻ, അഘോരൻ, ഈശാനൻ, ഇങ്ങനെ 5 മുഖങ്ങൾ ശിവനുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഈ 5 മുഖങ്ങളും ഭഗവാനുമുണ്ട്, ഈ 5 ഭാവങ്ങളും ഭഗവാനുണ്ട്. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, അനുഗ്രഹം, തിരോധാനം എന്ന് പറയുന്ന 5 കൃത്യങ്ങളെ ചെയ്യുന്നവനായതുകൊണ്ട് ഭഗവാന് ഈ 5 മുഖങ്ങളും ഉണ്ടെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. പഞ്ചഭൂതങ്ങളും ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്. പഞ്ചഭൂതാത്മകമാണ് ഈ വിശ്വം മുഴുവൻ. ഇത് തന്നെ ഭഗവാന്റെ മുഖമാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് 5 മുഖങ്ങളുണ്ട്. 5 ഇന്ദ്രിയങ്ങളിലൂടെ ലോകത്തെ കാണുന്നവൻ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്നു കൊണ്ട്, അതുകൊണ്ട് 5 മുഖങ്ങൾ ഭഗവാനുണ്ട്. അന്തഃകരണത്തിന്റെ തലത്തിൽ നോക്കിയാൽ 4 എണ്ണമുണ്ട്: മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇത് 4ഉം ഇതോടൊപ്പം ആത്മഭാവത്തിൽ ഇരിക്കുന്ന ബോധവും. അങ്ങനെ 5 മുഖങ്ങളുണ്ട്. ഇങ്ങനെ പഞ്ചാനന ശബ്ദത്തിന് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്നെങ്കിൽ സിംഹത്തെ പോലെ ശ്രേഷ്ഠനായവനെന്നോ അല്ലെങ്കിൽ ശിവന്റെ ഭാവത്തിലിരിക്കുന്നവനോ എന്നോ നമുക്ക് അർത്ഥം ഗ്രഹിക്കാം. അതുകൊണ്ട് പഞ്ചാനനാണ് ഭഗവാൻ. അത് കഴിഞ്ഞ് പറയുന്നു ദുരിത വഞ്ചന ധീരം. ദുരിത ശബ്ദത്തിന് പാപം അഥവാ ദുഷ്കൃതം എന്നാണ് അർത്ഥം. ഒരേ അർത്ഥം തന്നെയാണ്. നമ്മൾ ചെയ്തിട്ടുള്ള ദുഷ്കൃതമാണല്ലോ പാപമായിട്ട് വരുന്നത്. ആ വഞ്ചന എന്ന ശബ്ദത്തിന് ചതി എന്നാണ് അർത്ഥം. മലയാളത്തിൽ വരുന്ന അർത്ഥം തന്നെയാണ്. ധീര ശബ്ദത്തിന് പല അർത്ഥമുണ്ട്. ഇവിടെ ബലവാൻ എന്ന അർത്ഥം എടുക്കുന്നതാകും കൂടുതൽ നല്ലത്. നല്ല ബലമുള്ളവനാണ്. ബലമുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്തും സഹിക്കാൻ പറ്റുന്നവനാണ്, എന്തിനേയും അതിക്രമിക്കാൻ പറ്റുന്നവനാണ്. അപ്പോൾ ദുരിതവഞ്ചന ധീരം എന്ന് പറഞ്ഞാൽ പാപങ്ങളാകുന്ന ചതി, പാപങ്ങൾ രചിക്കുന്ന ചതിയെ എതിർക്കാൻ, അതിനെ നശിപ്പിക്കാൻ കെൽപ്പുള്ളവനാണ്, അത്രയും ധീരനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ദുരിതവഞ്ചന ധീരം. ഭഗവാനെ ശാസ്താവ് എന്നാണ് വിളിക്കുന്നത്, ശാസിക്കുന്നവനാണ്. അതുകൊണ്ട് ഈ പദം വളരെയധികം ഉചിതമാണ്. കാരണം പാപം ചെയ്യുന്നത്, പാപം ഒരു ചതിയാണ്. നമ്മളെ പലപ്പോഴും പാപം കൊടുക്കുന്നത് ചതിയിലൂടെയാണ്. പ്രലോഭനങ്ങൾ തന്നുകൊണ്ടാണ് നമ്മളെ കൊടുക്കുക. കുടുങ്ങിക്കഴിയുമ്പോഴാണ് പാപമാണെന്ന് മനസ്സിലാവുകയും അതിൻ്റെ ദുഃഖം അനുഭവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ചതിയെ മുൻകൂട്ടി കണ്ട് അതിനെ ഇല്ലാതെയാക്കാൻ കേൾപ്പുള്ള ശാസ്താവാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ ഭജിക്കുന്നവർക്ക് പാപമാകുന്ന ചതി പിന്നെ ബാധിക്കുകയില്ല. പാപം ഒരിക്കലും അവരുടെ വഴിക്ക് തന്നെ വരില്ല. കാരണം ഭഗവാന്റെ സാന്നിധ്യം ഭക്തന്റെ ഹൃദയത്തിൽ ഉണ്ടെന്നറിഞ്ഞാൽ പാപം സ്വയം വഴിമാറിക്കൊടുക്കും. അത്രയും ശോഭയോടൊത്തവനാണ് ശ്രീധർമ്മശാസ്താവ്. അതുകൊണ്ട് ദുരിതവഞ്ചന ധീരം എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് വിളിക്കുന്നു ഈശം. ഈശൻ എന്നാൽ പ്രഭു, എല്ലാം ഭരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, അങ്ങനെയുള്ളവനാണ് അദ്ദേഹം. അത് കഴിഞ്ഞ് പറയുന്നു പാർശ്വദ്വയാകലിത ശക്തി കടാക്ഷചാരും. പാർശ്വ ശബ്ദത്തിന് അടുത്ത്, സമീപം എന്നാണ് അർത്ഥം. ദ്വയം എന്നാൽ 2, ആകലിതം എന്നാൽ പ്രാപ്തം അഥവാ ചേർന്നിരിക്കുന്നത് എന്ന ധ്വനിയാണ് ഇവിടെ വരുന്നത്. ശക്തി എന്നാൽ ദേവികൾ. കാരണം ഇവിടെ ദ്വയം എന്ന് പറഞ്ഞു, അപ്പൊ 2 ശക്തിയുണ്ട്, 2 ദേവികളുണ്ട്. കടാക്ഷം, കടാക്ഷം എന്ന് പറഞ്ഞാൽ കടക്കണ്ണു കൊണ്ടുള്ള നോട്ടം. ചാരു, മനോഹരം. ഭഗവാൻ വളരെയധികം മനോഹരനായിരിക്കുന്നു. ഭഗവാന്റെ ഈ മനോഹാരിത എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ ശ്ലോകത്തിലുടനീളം.
കാരണം ഭഗവാനെ കണ്ടാൽ തന്നെ മനസ്സ് ഭഗവാനിൽ പോയി ലയിക്കും, അത്രയും ശോഭയോടൊത്തവനാണ് ഭഗവാൻ. മനോഹരനായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ രണ്ട് ഭാഗത്തും വളരെ അടുത്ത് അദ്ദേഹത്തോട് ചേർന്നുകൊണ്ട് രണ്ട് ദേവികൾ ഇരിക്കുന്നുണ്ട്. ഏതാണ് ഈ രണ്ട് ദേവികൾ? ഭഗവാന്റെ പത്നികളാണ്, ധർമ്മപത്നികളാണ്, പൂർണ്ണയും പുഷ്കലയും. ഇവർ രണ്ടുപേരും ഭഗവാനോട് ചേർന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാനോട് ചേർന്നിരിക്കുന്ന സമയത്ത് ഭഗവാൻ അവരെ രണ്ടുപേരെയും ഇടയ്ക്കൊന്ന് ഇടക്കണ്ണിട്ടിട്ടൊന്ന് നോക്കും. ആ കടക്കണ്ണ് കൊണ്ട് നോക്കുന്നതിലൂടെ ഭഗവാന്റെ ശോഭ വർദ്ധിക്കും. അങ്ങനെ മനോഹരനായിരിക്കുന്നവനാണ് ഭഗവാൻ എന്നൊരർത്ഥം. ഇനി ഭഗവാൻ ഭക്തരെ നോക്കിയിരിക്കുകയാണ്, ഭക്തരുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഭക്തരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ ഇരുവശത്തും ഇരിക്കുന്ന ദേവികൾ ഇടയ്ക്കൊന്ന് ഭഗവാനെ കടക്കണ്ണുകൊണ്ട് നോക്കും. അവരും ഭക്തരെ നോക്കുന്നുണ്ട്, ഇടയ്ക്ക് ഭഗവാനെ ഒന്ന് നോക്കും. അപ്പൊ അവരുടെ കടാക്ഷമാകുന്ന ആഭരണം അണിഞ്ഞുകൊണ്ട് ഭഗവാൻ വളരെയധികം ശോഭിക്കുന്നു എന്നുള്ളത് കൊണ്ടും പാർശ്വദ്വയാകലിത ശക്തി കടാക്ഷചാരും എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. ഇവിടെ അദ്ദേഹത്തിന്റെ രണ്ട് ധർമ്മപത്നികൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രണ്ട് ശക്തികളാണ്. ശക്തി എന്ന പ്രയോഗം തന്നെ ഇവിടെ നടത്താനുള്ള കാരണം അത് ഭഗവാന്റെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ്? പൂർണ്ണയും പുഷ്കലയും, രണ്ടിനും ഒരേ അർത്ഥമാണ്. പൂർണ്ണത തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഭഗവാന്റെ ഇടത്തും ഭഗവാന്റെ വലത്തും ഈ ദേവിമാരിയ്ക്കുന്നു. അതായത് ഭഗവാന്റെ ഇടതു ഭാഗവും പൂർണ്ണമാണ്, വലത് ഭാഗവും പൂർണ്ണമാണ്. ഇടതു ഭാഗം ഭൗതികതയെ, ലൗകികതയെ സൂചിപ്പിക്കുന്നു, വലത് ഭാഗം ആത്മീയതയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഭഗവാനിൽ ലൗകികതയും പൂർണ്ണമായുണ്ട്, ആത്മീയതയും പൂർണ്ണമായുണ്ട്. അതായത് ലൗകിക സുഖങ്ങൾ തേടി വരുന്നവർക്ക് അത് കൊടുക്കാനും ഭഗവാന് സാധിക്കും, ആത്മീയമായ ഉന്നതി തേടി വരുന്നവർക്ക് അത് കൊടുക്കാനും ഭഗവാന് സാധിക്കും. കാരണം ഹരിയുടെയും ഹരന്റെയും പുത്രനാണ്. അപ്പൊ രണ്ട് ഭാവവും ഭഗവാനിലുണ്ട്. ഭോഗവുമുണ്ട്, മോക്ഷവുമുണ്ട്, ഭുക്തിയുമുണ്ട്, മുക്തിയുമുണ്ട്. അത് രണ്ടും പൂർണ്ണ തോതിലുണ്ട്. കാരണം അത് ഉള്ളവനല്ലേ കൊടുക്കാൻ പറ്റും. അപ്പൊ ഭഗവാനിൽ അത് പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഭഗവാൻ ലോകത്തിലും ഉറച്ചു തന്നെ നിൽക്കുന്നു, എന്നാൽ അപ്പോൾ തന്നെ ലോകത്തിന് അതീതനായി നിൽക്കുന്നു. അപ്പോൾ നമ്മളെ എല്ലാം അനുഗ്രഹിക്കാൻ കെൽപ്പുള്ളവനാണ്. കാരണം ലോകത്തിൽ നിൽക്കുന്ന സമയത്ത് ലോകത്തിൽ പെട്ടുപോയിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ലോകത്തിൽ ഇരിക്കുമ്പോഴും അദ്ദേഹം ഉയർന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഉയർന്ന ഭാവത്തിലും അദ്ദേഹത്തിന് പൂർണ്ണതയുണ്ട്, ഈ ലോകത്തിലുള്ള ജീവിതത്തിലും അദ്ദേഹത്തിന് പൂർണ്ണതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം സർവസമർത്ഥനാണ്. ഈശം എന്ന് നേരത്തെ വിളിച്ചത് ഈ ഒരു പദത്തെ സൂചിപ്പിക്കാനാണ്. കാരണം കർത്തും അകർത്തും അന്യഥാ കർത്തും സമർത്ഥ എന്നാണ് ഈശ്വര പദത്തിന് അർത്ഥം പറയുക. ചെയ്യാനും ചെയ്യാതിരിക്കാനും മാറ്റി ചെയ്യാനും കെൽപ്പുള്ളവൻ, സാമർഥ്യമുള്ളവൻ. അപ്പൊ ആ സാമർഥ്യം ഭഗവാനുണ്ട്. കാരണം ഭഗവാൻ ഒരേ സമയം ലോകത്തിലും പൂർണ്ണനാണ്, ലോകത്തിന് അതീതനായ ആ പരബ്രഹ്മഭാവത്തിലും പൂർണ്ണനാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള രണ്ട് പൂർണ്ണതയെയും സൂചിപ്പിക്കാൻ രണ്ട് ശക്തികളെ ശാസ്താവിന്റെ കൂടെ സങ്കല്പിക്കുന്നു. ആ ശക്തികളെ ശാസ്താവിന്റെ ധർമ്മപത്നിമാരായിട്ട് സങ്കല്പിക്കുന്നു. അതുകൊണ്ടാണ് പാർശ്വദ്വയാകലിത ശക്തി കടാക്ഷചാരും. ഇവിടെ ഒരു സംശയം ചിലർക്കെങ്കിലും വരാം, അയ്യപ്പനും ശാസ്താവും തമ്മിലുള്ള ബന്ധം എന്താണ്? കാരണം അയ്യപ്പനെ നമ്മൾ നിത്യബ്രഹ്മചാരിയായി, നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടാണ് വർണ്ണിക്കുന്നത്. അദ്ദേഹത്തിനെ ധർമ്മശാസ്താവ് എന്ന് വിളിക്കുന്നുമുണ്ട്. അപ്പോൾ ധർമ്മശാസ്താവിന് രണ്ട് പത്നിമാരുണ്ടെങ്കിൽ അയ്യപ്പന്റെ ഭാവം എന്താണ് എന്നൊരു ചോദ്യം വരാം. അതിനിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ശാസ്താവ് എന്ന് പറയുന്നത് ദേവതയാണ്, അയ്യപ്പൻ എന്ന് പറയുന്നത് മനുഷ്യനാണ്. പുരാണങ്ങളിൽ നമുക്ക് അയ്യപ്പനെ കാണാൻ പറ്റില്ല. പുരാണങ്ങളിൽ നമ്മൾ കാണുന്നത് ശാസ്താവിനെയാണ്. പഴയ കാലത്തെ കേരളത്തിലെ ആരാധനാ പദ്ധതികളിലും ശാസ്താവിന്റെ സാന്നിധ്യം ഉള്ളതായിട്ട് കാണാം. അവിടെ അയ്യപ്പനെ നമ്മൾ കാണുന്നില്ല. ഇപ്പൊ 800 AD തൊട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെയുള്ള വിഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനു മുമ്പും ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അത് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ ലഭ്യമായതിൽ പലതും 800 കാലഘട്ടം മുതൽക്കാണ്. അത് കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് നിന്നും കിട്ടിയിട്ടുണ്ട്, വടക്ക് ഭാഗത്ത് നിന്നും കിട്ടിയിട്ടുണ്ട്. ഒരു കാല് താഴേക്ക് വെച്ച്, അതായത് ഇടത് കാല് താഴേക്ക് വെച്ച് വലത് കാല് കുന്തിച്ചു വെച്ചിരിക്കുന്ന ഭാവത്തിൽ, ഒരു കൈയ്യ് ഇടത് കൈ റിലാക്സ് ചെയ്ത് വെച്ച് വലത് വലത് കാലിന്റെ മുട്ടിന്റെ മുകളിൽ എന്തോ പിടിച്ചിരിക്കുന്ന ഭാവത്തിലുള്ള ശാസ്താ വിഗ്രഹങ്ങളൊക്കെ നമുക്ക് 800 AD മുതൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ശാസ്താവിന് അദ്ദേഹം പല വിഗ്രഹത്തിലും യജ്ഞോപവീതം ധരിച്ചിട്ടുണ്ട്. അപ്പൊ വൈദികമായിട്ടുള്ള ഭാവമാണ് അദ്ദേഹത്തിനെന്ന് മനസ്സിലാക്കാം. തുറസ്സായ സ്ഥലങ്ങളിലാണ് അദ്ദേഹം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ശാസ്താവ് എന്ന സങ്കല്പം വളരെ പുരാതനമാണ്. അയ്യപ്പനൊക്കെ എത്രയോ മുമ്പ് ഉണ്ടായിരുന്ന ഒരു സങ്കല്പമാണ്. ആ ശാസ്താഭാവത്തിലേക്ക് വിലയനം പ്രാപിച്ചവനാണ് അയ്യപ്പൻ. അദ്ദേഹം സ്വയം സാധനയിലൂടെ ഉയർന്ന് ശാസ്താവിൽ ലയിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ശാസ്താവുമായി ഏകത്വം കൽപ്പിച്ചിരിക്കുന്നു. ശ്രീധർമ്മ ശാസ്താവ് എന്ന് തന്നെ വിളിക്കുന്നു.
ഇനി ഐതിഹ്യങ്ങളിലേക്ക് പോയാൽ ശാസ്താവ് തന്നെ ഒരു മനുഷ്യകുട്ടിയായി അവതരിച്ചു എന്നും പറയുന്നു, അങ്ങനെ അയ്യപ്പനായി വന്നു എന്നും പറയുന്നു. അത് ഐതിഹ്യമാണ്. പക്ഷെ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ സത്യത്തെ സാക്ഷാത്കരിച്ച ധർമ്മശാസ്താവിനെ ഉപാസിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ വിലയനം പ്രാപിച്ച ഒരു മഹായോഗീശ്വരൻ, അവതാരം എന്ന് തന്നെ വിളിക്കാവുന്ന വൈഭവത്തോടൊത്തവൻ, അങ്ങനെ ഒരുവനാണ് അയ്യപ്പൻ. അപ്പൊ അയ്യപ്പനെ നമ്മൾ ധർമ്മശാസ്താവ് എന്ന് വിളിക്കുമെങ്കിലും അയ്യപ്പൻ്റെതായ ഭാവമുണ്ട്. അത് ഈ അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്, നിത്യബ്രഹ്മചാരിയാണ്, ആ ഭാവത്തിലാണ്. ശാസ്താവ് പക്ഷേ പൂർണ്ണയും പുഷ്കലയോടും ഒത്താണ്. അതിൽ തന്നെ ശാസ്താവ് പല ഭാവങ്ങളിലുണ്ട്. ഇപ്പൊ 8 തരം ശാസ്താക്കളുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. അതല്ലാതെയും ശാസ്താക്കളുണ്ട്, പ്രമുഖമായ 8 അല്ലാതെയും ശാസ്താഭാവങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയെല്ലാം ഭാവത്തിൽ നിൽക്കുന്ന, അതിന്റെ കേന്ദ്രത്തിലുള്ളത് ഹരിഹരസുതനായ ശാസ്താവാണ്. ആ ശാസ്താവ് ദേവതയാണ്, പണ്ട് മുതൽക്കേ ഉള്ളവനാണ്, ആരാധിക്കപ്പെടുന്നവനാണ്. ആ ശാസ്താവിൽ ലയിച്ചിട്ടുള്ള അവതാരമാണ് അയ്യപ്പൻ. ഈ ഭേദം ഓർക്കണം. അപ്പൊ അയ്യപ്പനെ ഒരിക്കലും ശാസ്താവിന്റെ നിയമങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാൻ പാടില്ല. അയ്യപ്പൻ്റെതായ ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നു. അങ്ങനെ പാർശ്വദ്വയാകലിത ശക്തി കടാക്ഷചാരും നീലോത്പലാർച്ചിത തനും. നീലോത്പലം എന്നാൽ കരിങ്കൂവളം, അർച്ചിതം എന്നാൽ പൂജിതം, തനു എന്നാൽ ശരീരം. അപ്പോൾ കരിങ്കൂവളം കൊണ്ട് സദാ പൂജിക്കപ്പെടുന്ന ദേഹത്തോടൊത്തവനാണ് ഭഗവാന്. കരിങ്കൂവളം വളരെയധികം ഇഷ്ടമാണെന്ന് ഇതിൽ നിന്നും ഗ്രഹിക്കാം. ധർമ്മശാസ്ത്രഭാവത്തിൽ ഭക്തർ വന്ന് കരിങ്കൂവളം കൊണ്ട് അദ്ദേഹത്തിനെ അർച്ചിക്കുന്നു, പൂജിക്കുന്നു. പ്രണതോസ്മി ദേവം. പ്രണതഃ എന്ന് പറഞ്ഞാൽ നമിച്ചവനാണ്, അസ്മി എന്ന് പറഞ്ഞാൽ ആകുന്നു. ആ ദേവനെ ഞാൻ നമിച്ചിരിക്കുന്നു, ഞാൻ നമസ്കരിക്കുന്നു എന്നർത്ഥം. ഇവിടെ നമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നമിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്, സദാ ഭഗവാനെ നമിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് നമസ്കരിക്കുകയല്ല, എന്നും ആ ഭഗവാന്റെ ഭക്തനായി ദാസനായി നമിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇരിക്കുന്നു. എൻ്റെ ജീവിതം ആ ഭഗവാന്റെ ശരണാഗതിയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ധ്വനി ഇവിടെയുണ്ട്. ദേവം എന്ന് വിളിച്ചതുകൊണ്ട് അദ്ദേഹം നല്ല ശോഭയുള്ളവനാണ്, എല്ലാം ദാനം കൊടുക്കുന്നവനാണ്. ഈ രണ്ടർത്ഥവും ഗ്രഹിക്കണം. ഭഗവാന്റെ അടുത്ത് ചെന്ന് എന്ത് ചോദിച്ചാലും അത് കിട്ടും. കാരണം ഒരു ഭാഗത്ത് പൂർണ്ണയും ഒരു ഭാഗത്ത് പുഷ്കലയും ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഭൗതികതയുമുണ്ട്, ആത്മീയതയുമുണ്ട്. ഇത് രണ്ടും ഒരുപോലെ ഉള്ളത് കൊണ്ട് എന്തും ഭഗവാനിൽ നിന്നും കിട്ടും. അതുകൊണ്ട് ദാതാവായതുകൊണ്ട് ദേവൻ, ആ ദേവനെ ഞാൻ എന്നും നമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ബന്ധൂകബന്ധുരരുചിം കലധൗതഭാസം പഞ്ചാനനം ദുരിതവഞ്ചനധീരമീശം പാർശ്വദ്വയാകലിത ശക്തി കടാക്ഷചാരും നീലോത്പലാർച്ചിത തനും പ്രണതോസ്മി ദേവം. അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. കല്യാണവേഷരുചിരം കരുണാനിധാനം കന്ദർപ്പകോട്ടിസദൃശം കമനീയ ഭാസം കാന്താദ്വയാകലിത പാർശ്വമഘാരിമാദ്യം ശാസ്താരമേവ സതതം പ്രണതോസ്മി നിത്യം. കല്യാണവേഷരുചിരം. കല്യാണം എന്നാൽ സ്വർണം, വേഷം എന്നാൽ അലങ്കാരം, രുചിരം എന്നാൽ മനോഹരം. വീണ്ടും മനോഹരം എന്ന ശബ്ദം വന്നു. അദ്ദേഹത്തിൻ്റെ മനോഹാരിതയാണ് പ്രധാനമായും ഇവിടെ ധ്യാനിക്കുന്നത്. കാരണം ധ്യാനിക്കാൻ ഏറ്റവും സുന്ദരമായ ഭാവമാണ് ശ്രീധർമ്മശാസ്താവിൻ്റെ. അതുകൊണ്ട് മനോഹരം എന്ന പ്രയോഗം ഇടയ്ക്കിടയ്ക്ക് കാണാം. അപ്പോൾ മനോഹരമാണ് അദ്ദേഹം. എന്തുകൊണ്ടാ? സ്വർണം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. കല്യാണ വേഷ രുചിരം. അപ്പൊ സ്വർണാഭരണങ്ങൾ അദ്ദേഹം അണിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മനോഹരമായ തേജസ്സോടാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്ന് അനുമാനിക്കണം. കരുണാനിധാനം. കരുണ എന്നാൽ ദയ, നിധാനം എന്നാൽ ഇരിപ്പിടം, ദയയുടെ ഇരിപ്പിടം. ഈ ലോകത്തിൽ പല ആൾക്കാർക്കും ദയ തോന്നാം, ദയ തോന്നാതിരിക്കാം. ഈ തോന്നുന്ന ദയയും തോന്നാതിരിക്കുന്ന ദയയും എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഭഗവാനിൽ നിന്നാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ വ്യത്യാസമനുസരിച്ച് ഭഗവാൻ ആ ദയ നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യുന്നു. ഭഗവാൻ എല്ലാവർക്കും ദയ കൊടുക്കണമെന്നാണ്. പക്ഷെ വ്യക്തിയുടെ ഭേദമനുസരിച്ച് ചിലരിലൂടെ അത് പ്രതിഫലിക്കുന്നു, ചിലരിലൂടെ അത് പ്രതിഫലിക്കുന്നില്ല. ഇനി ഇത് തന്നെ കുറച്ചും കൂടി സൂക്ഷ്മമായി നോക്കിയാൽ ലോകത്തിൽ ആൾക്കാർക്ക് ദയ കിട്ടുന്നു, ദയ കിട്ടാതിരിക്കുന്നു. ഇത് രണ്ടും അവരുടെ കർമ്മത്തിന്റെ ഫലങ്ങൾക്കനുസരിച്ചിട്ടാണ്. പക്ഷെ ദയ ഭഗവാനിൽ സദാ ഉണ്ട്. അപ്പൊ ഭഗവാന്റെ ദയ സമ്പാദിക്കാനുള്ള അർഹത നമ്മൾ നേടണം. ഭഗവാനുമായി അടുപ്പം നമ്മൾ സമ്പാദിക്കണം. ഭഗവാന്റെ അടുത്ത് ചെന്ന് ഭഗവാനെ ഭജിച്ച് 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 നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ നമ്മൾ ചേർക്കുമ്പോൾ ആ ബന്ധം നമുക്കുണ്ടായാൽ ഭഗവാന്റെ ദയ തനിയെ ഒഴുകും. പിന്നെ ദയ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ദയയുടെ ഇരിപ്പിടമാണ്, ദയ നിറഞ്ഞിരിക്കുന്ന ഭാവമാണ് ഭഗവാൻ. അപ്പൊ നിറഞ്ഞിരിക്കുന്ന ഒന്നും നമ്മളൊന്നും അതുമായി കണക്ട് ചെയ്താൽ നിറവിൽ നിന്ന് അതിങ്ങനെ ഒഴുകും. കാരണം പ്രവഹിക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ദയ തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നില്ലെങ്കിൽ
അതുപോലെ ജീവിതത്തിൽ ദയ ലഭിക്കുന്നുണ്ടെങ്കിൽ ലഭിക്കുന്നില്ലെങ്കിൽ ഇതിനെല്ലാം കാരണം ഭഗവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പാകം വരുത്തിയാൽ ഭഗവാന്റെ കൃപ കൊണ്ട് ദയ തോന്നാൻ തുടങ്ങും, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും ദയ തോന്നിയാൽ ലോകം വളരെയധികം സുന്ദരമാവും. അതുപോലെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ശുദ്ധി വരുത്തി ഭഗവാനോട് ചേർച്ച സമ്പാദിച്ചാൽ നമ്മോടും ഭഗവാന് ദയ തോന്നും. ആ സമയത്ത് നമ്മുടെ ജീവിതത്തിലും ഉയർച്ചയുണ്ടാകും. ലോകത്തിലെ ഏറ്റവും വലിയ ദയ ഭഗവാന്റെ ദയ തന്നെയാണ്. അതാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. അതിനുള്ള വഴിയാണ് ഭഗവത് ആരാധന, ഉപാസന, ധ്യാനം. അതാണ് ഇവിടെ ഈ സ്തോത്രത്തിലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കരുണാനിധാനം, കരുണയുടെ നിധാനമായിരിക്കുന്ന, ഇരിപ്പിടമായിരിക്കുന്നവനാണ് ഭഗവാൻ. കന്ദർപ്പ കോട്ടി സദൃശം. കന്ദർപ്പൻ എന്നാൽ കാമദേവൻ. കോട്ടി എന്ന ശബ്ദത്തിന് രണ്ടർത്ഥമുണ്ട്. ഒരർത്ഥം 100 ലക്ഷം എന്ന സംഖ്യയാണ്. നമുക്കൊക്കെ അറിയാം, കണക്കിലുള്ള സംഖ്യയാണ് 100 ലക്ഷം, അത് കോട്ടി. അപ്പോൾ കോട്ടി കന്ദർപ്പന്മാർക്ക് സദൃശനായിരിക്കുന്നവൻ. സദൃശൻ എന്നാൽ സമാനൻ. കന്ദർപ്പൻ ആരാ? കാമദേവനാ. ലോകത്തെ മുഴുവൻ ആകർഷിക്കുന്നവനാണ്, അവരുടെ മനസ്സിനെ ആകർഷിക്കുന്നവനാണ്. അത്രയും സുന്ദരനാണ് കന്ദർപ്പൻ. അപ്പൊ അങ്ങനത്തെ ഒരു കന്ദർപ്പന്റെ സൗന്ദര്യം തന്നെ ലോകത്തെ മുഴുവൻ ആകർഷിക്കുന്നു. മഹാദേവന്റെ മനസ്സിൽ പോലും ഒരു ചെറിയ ഇളക്കമുണ്ടാക്കാൻ കാമദേവന് സാധിച്ചു. അത്രയും മഹിമാവാണ് അദ്ദേഹത്തിനുള്ളത്, അത്രയും സൗന്ദര്യമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു കന്ദർപ്പൻ, അതുപോലത്തെ 1 കോടി കന്ദർപ്പന്മാരുണ്ടെങ്കിൽ അവർക്ക് സമാനനാണ് ഭഗവാൻ എന്ന്. അപ്പോൾ ഭഗവാന്റെ സൗന്ദര്യം എത്രയധികമാണെന്ന് ഭക്തർ ചിന്തിച്ചുകൊള്ളൂ എന്നാണ് ഈ ശ്ലോകം ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ധ്യാനിച്ചു നോക്കൂ. ഒരു കന്ദർപ്പനെ കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സ് അതിൽ പോയി ലയിച്ചു പോകും. അത്രയും പ്രഭാവമാണ് കന്ദർപ്പൻ. അപ്പൊ അങ്ങനത്തെ 1 കോടി കന്ദർപ്പന്മാർ ഒരുമിച്ച് വന്നാൽ ഉണ്ടാകുന്ന ആ ഒരു സൗന്ദര്യം, ആ ഒരു ഭാവം, ആ ഒരു ആകർഷണീയത, അത് എത്രത്തോളം ആയിരിക്കുമോ അത്രത്തോളം ആകർഷണീയതയാണ് ഭഗവാൻ ശ്രീധർമ്മശാസ്താവിനുള്ളത്. അതുകൊണ്ട് കന്ദർപ്പ കോട്ടി സദൃശം. ഇനി കോട്ടി ശബ്ദത്തിന് അമ്പിന്റെ അഗ്രം, അമ്പിന്റെ അറ്റം എന്നർത്ഥം വരുന്നുണ്ട്. അപ്പൊ കന്ദർപ്പൻ 5 അമ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. പുരാണങ്ങൾ വായിച്ചവർക്കൊക്കെ അറിയാം. അപ്പൊ കന്ദർപ്പന്റെ ആയുധം എന്ന് പറയുന്നത് 5 അമ്പാണ്. ഈ 5 അമ്പുകളും വാസ്തവത്തിൽ പുഷ്പങ്ങളാണ്, പുഷ്പബാണങ്ങളാണ്. ഏതൊക്കെയാണ് ഈ 5 അമ്പങ്ങൾ? അരവിന്ദം, അശോകം, ചൂതം, നവമല്ലികം, നീലോത്പലം. ഇങ്ങനെ 5 തരം പൂക്കളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബാണങ്ങളാണ് ഇദ്ദേഹം പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ കാമദേവന്റെ അമ്പിന്റെ അറ്റത്തിന് സദൃശനായിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ, കാമദേവന്റെ അമ്പിന്റെ അറ്റം പൂവാണ്. അപ്പൊ പൂവിനെ പോലെ കോമളമായിരിക്കുന്നവനാണ് ഭഗവാൻ എന്നൊരർത്ഥം വന്നു. കാമദേവന്റെ അമ്പിന്റെ അറ്റം കൊണ്ടാണ് ആൾക്കാര് പ്രഹരിക്കപ്പെടുന്നത്. ആൾക്കാരുടെ മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്ന ശക്തി ആ കാമദേവന്റെ അമ്പിന്റെ അറ്റത്തുണ്ട്. ആ ശക്തി ഭഗവാന്റെ ശക്തിയാണ്. ഭഗവാനെ കണ്ട മാത്രയിൽ തന്നെ ആൾക്കാർ മറ്റെല്ലാം മറന്നുകൊണ്ട് ഭഗവാനിലേക്ക് പ്രവഹിച്ച് ഭഗവാനിൽ ലയിച്ചു പോകും. കന്ദർപ്പന് പോലും ആ കഴിവില്ല. അപ്പൊ കന്ദർപ്പന്റെ ബാണത്തിന് സമാനമായിരിക്കുന്നവനാണ് ഭഗവാൻ. തന്നെയാണോ കന്ദർപ്പന്റെ ബാണം എന്ന് തോന്നിപ്പോകും. അഥവാ കന്ദർപ്പന്റെ ബാണൻ ആ ശക്തി കൊടുക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് കന്ദർപ്പ കോട്ടി സദൃശം. അപ്പോൾ മനോഹാരിതയാണ്. കാരണം ധ്യാനിക്കാൻ മനസ്സിനെ ആകർഷിക്കുന്ന രൂപത്തിനെ മാത്രമേ നമുക്ക് നന്നായി ധ്യാനിക്കാൻ പറ്റൂ. അപ്പൊ മനസ്സിനെ ആകർഷിക്കാത്ത രൂപമാണെങ്കിൽ മനസ്സ് പല ദിക്കിലേക്കും പോകും. ഭഗവാൻ മനോഹരനാണ്, സുന്ദരനാണ്. അതെടുത്തു പറയാനാണ് ഇത്രയും പദങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ആ മനോഹാരിത മനസ്സിലാക്കി മനസ്സിനെ ഭഗവാനിലേക്ക് ഒഴുക്കി ക്രമേണ ഭഗവാനിൽ ലയിപ്പിക്കണം. പൂർണ്ണ ശരണാഗതി നേടണം. അതിലൂടെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും നമുക്ക് കിട്ടും. അതുകൊണ്ട് കന്ദർപ്പ കോട്ടി സദൃശം. കമനീയ ഭാസം. കമനീയം എന്നാൽ വീണ്ടും മനോഹരം എന്ന് തന്നെയാണ് അർത്ഥം. ആ മനോഹര ശബ്ദത്തിന്റെ ഭാവം എത്രത്തോളം ഈ കൃതിയിലുണ്ടെന്ന് വീണ്ടും ധ്യാനിക്കുക. ഭാസം എന്നാൽ ശോഭ. അപ്പൊ കമനീയമായ ശോഭയോടൊത്തവൻ. കമനീയം, മനോഹരം, കാമിക്കത്തക്കതായ ശോഭയോടൊത്തവൻ. ജീവിതത്തിൽ നമുക്ക് പല ആഗ്രഹങ്ങളുമുണ്ട്. ഈ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ നേടിയാൽ അത് കുറച്ചു കാലത്തേക്ക് നമ്മെ സന്തോഷിപ്പിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും പുതിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും. കാരണം വസ്തുക്കളെല്ലാം ക്ഷണികമാണ്. അതുകൊണ്ട് അത് നൽകുന്ന സുഖവും ക്ഷണികമാണ്. അപ്പൊ അത്തരം വസ്തുക്കളിലേക്കുള്ള ആഗ്രഹങ്ങളെല്ലാം ക്ഷണികമാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മദൃഷ്ടാക്കളായിട്ടുള്ള ഋഷികൾ പറയും, ഈ ലോകത്തിലുള്ളതൊന്നും കാമിക്കത്തക്കതല്ല. അപ്പൊ സാധകൻ ചോദിക്കുകയാണ്, കാമിക്കത്തക്കതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആഗ്രഹിക്കത്തക്കതായിട്ട് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പൊ ഋഷി പറഞ്ഞു കൊടുക്കുന്നു, ഉണ്ട്. അതാണ് ശ്രീധർമ്മശാസ്താവ്.
അതുകൊണ്ട് കമനീയ ഭാസം എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. ആഗ്രഹിക്കത്തക്ക ശോഭയോടൊത്തവനാണ് ഭഗവാൻ, അത്രയും മനോഹരനാണ്. കാരണം ഭഗവാൻ സച്ചിദാനന്ദനാണ്, സനാതനനാണ്, നിത്യവസ്തുവാണ്, ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാത്ത സത്തയാണ് ഭഗവാൻ. അപ്പോൾ ഒരിക്കൽ ഭഗവാനെ നേടിയാൽ അത് ശാശ്വതമായ നേട്ടമാണ്. ഭഗവാന്റെ 2 പത്നിമാരെ പറഞ്ഞു, പൂർണ്ണ പുഷ്കല, പൂർണ്ണതയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ ലഭിച്ചാൽ നമുക്ക് പൂർണ്ണതയുണ്ടാവും, നിറവുണ്ടാവും. നിറവുള്ള മനസ്സോട് കൂടി നിൽക്കുന്ന ആൾക്ക് പിന്നെ ആഗ്രഹമേ ഉണ്ടാവില്ല, പിന്നെ ഒരു അസ്വസ്ഥതയേ ഇല്ല. മനസ്സിന്റെ ഇളക്കം പൂർണ്ണമായി അടങ്ങും. അത് തന്നെയല്ലേ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് ഏറ്റവും ആഗ്രഹിക്കത്തക്കതായ ശോഭ ഭഗവാന്റെ ശോഭയ്ക്ക് തന്നെയാണ് കമനീയ ഭാസം എന്നിവിടെ ധ്യാനിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞു പറയുന്നു, കാന്താദ്വയാ കലിത പാർശ്വം. കാന്ത എന്ന് പറഞ്ഞാൽ ഭാര്യ, ദ്വയ എന്ന് പറഞ്ഞാൽ 2, ആ കലിത എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുന്ന, പ്രാപ്തമായിരിക്കുന്ന, പാർശ്വം സമീപം. ഇപ്പൊ ഭഗവാന്റെ സമീപത്ത് 2 ഭാര്യമാരും ഇരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം തന്നെയാണ്. അവിടെ ശക്തി എന്ന പ്രയോഗമാണ് നടത്തിയത്, ഇവിടെ ഭാര്യ എന്ന പ്രയോഗം, കാന്ത എന്ന പ്രയോഗം നടത്തിയിരിക്കുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. ഭഗവാന് ഏറ്റവും പ്രിയമുള്ളവളാണ് ഇവർ 2 പേരും എന്ന് സൂചിപ്പിക്കാനാണ് ആ കാന്ത പ്രയോഗം ഇവിടെ നടത്തുന്നത്. ഭഗവാന്റെ ശക്തിയാണ് 2 പേരും. ഭഗവാന് 2 തലത്തിലും പൂർണ്ണതയുണ്ടെന്ന് ഭക്തർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ 2 ഭാവത്തെ അടുത്തിരുത്തിയിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. ആ 2 ഭാവത്തിലും ഭഗവാന് സമമായ പ്രിയമുള്ളത് കൊണ്ട് 2 കാന്തകളാണ്, ഭാര്യമാരാണ് ഭഗവാൻ, അത്രയും ഇഷ്ടമുള്ളവളാണ്. അപ്പൊ ഭഗവാന് ഭൗതികതയും ആത്മീയതയും ഒരുപോലെയാണ്. കാരണം ഭഗവാൻ ഇവിടെ ഒന്നേ ഉള്ളൂ എന്ന് അറിയുന്നവനാണ്. താൻ മാത്രമേ ഉള്ളൂ എന്ന് അറിയുന്നവന് 2ഉം ഒരുപോലെയാണ്. ആ അറിവിലേക്ക് ഉയരാത്ത ഒരു വ്യക്തിയാണ് ഇത് ശ്രേഷ്ഠം അത് നികൃഷ്ടം എന്ന് പറഞ്ഞ് തല്ലുകൂടുന്നത്. പലപ്പോഴും ഭൗതികവാദികൾ ആത്മീയതയെ പുച്ഛിക്കുകയും ആത്മീയവാദികൾ ഭൗതികതയെ പുച്ഛിക്കുന്നതും ഈ ഒരു സത്ത മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ആത്മീയം ഭൗതികം എന്ന് വേർതിരിക്കാൻ പോലും പറ്റില്ല സൂക്ഷ്മമായി നോക്കിയാൽ. അപ്പോൾ ആ തലത്തിലേക്ക് ഉയർന്നവനായതുകൊണ്ട് 2ഉം ഒരുപോലെ ഭഗവാന് പ്രിയമാണ്. അതുകൊണ്ട് 2നെയും കാന്ത എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ 2 ഭാര്യമാര് വളരെ പ്രിയത്തോടു കൂടി കൂട്ടിങ്ങനെ ചേർത്ത് പിടിച്ചിരുത്തിയിരിക്കുകയാണ് 2 ഭാഗത്തും. അതാണ് കാന്താദ്വയാ കലിത പാർശ്വം. അഘാരിം, അഘ ശബ്ദത്തിന് പാപം, ദുഃഖം എന്നർത്ഥം. അരി ശബ്ദത്തിന് ശത്രു. അപ്പോൾ പാപത്തിന്റെ ശത്രുവാണ്, ദുഃഖത്തിന്റെ ശത്രുവാണ്. പാപത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ് ദുഃഖം. അപ്പൊ പാപവും ദുഃഖവും ഒരുമിച്ച് തന്നെ എടുക്കാം. നമ്മൾ ജീവിതത്തിൽ പാപം ചെയ്യുമ്പോൾ അത് നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നു. ആ ദുഃഖം അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും വീണ്ടും വീണ്ടും നമ്മൾ ആരോ ബലാത്തായി നമ്മളെ കൊണ്ട് ചെയ്യുന്ന പോലെ പാപം വീണ്ടും ചെയ്യുന്നു, ഫോഴ്സ് ചെയ്ത് ചെയ്യുന്ന പോലെ. അപ്പൊ അങ്ങനെ പാപം ചെയ്യുന്നു, വീണ്ടും ദുഃഖിക്കുന്നു, വീണ്ടും പാപം ചെയ്യുന്നു, വീണ്ടും ദുഃഖിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാധകൻ ഋഷിയോട് പോയി ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പാപത്തിൽ നിന്നും ഒരു ശാശ്വതമായ മോചനം കിട്ടാൻ വല്ല വഴിയുമുണ്ടോ? അപ്പോൾ ഋഷി പറഞ്ഞു കൊടുക്കാണ്, പാപത്തിനും ദുഃഖത്തിനും ഒരേ ഒരു ശത്രു ഭഗവാൻ ശ്രീധർമ്മശാസ്താവാണ്. അദ്ദേഹത്തെ സമീപിച്ചോളൂ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരാൻ പാപത്തിനോ ദുഃഖത്തിനോ ധൈര്യമില്ല. കാരണം അത്രയും ശക്തിശാലിയായ ശത്രുവാണ്. വെറും ശത്രുവല്ല, ശക്തിശാലിയായ ശത്രുവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന സ്വയം ഇല്ലാതെയാകുമെന്ന് പാപത്തിനും ദുഃഖത്തിനും അറിയാം. അതുകൊണ്ട് ആ പരിസരത്തേക്ക് വരില്ല. അപ്പൊ ഭഗവാനെ നിങ്ങൾ ശരണം പ്രാപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള പാപം, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള പാപവും അതിന്റെ ഫലമായിട്ടുള്ള ദുഃഖവും, ഇനി മേലിൽ പാപം ചെയ്യാനുള്ള വാസനയുണ്ടെങ്കിൽ അതും, അതുകൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള ദുഃഖവും ഭഗവാൻ ശ്രീധർമ്മശാസ്താവ് ഇല്ലാതെയാക്കും. അതുകൊണ്ട് അഘാരിം എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. ആദ്യം, ആദ്യം എന്നാൽ ഒന്നാമൻ, ഏറ്റവും ആദ്യത്തിൽ ഉണ്ടായവൻ. ഭഗവാന് ശേഷമാണ് ബാക്കിയെല്ലാം. ആദ്യം ഉണ്ടായിരുന്നത് ഭഗവാനാണ്. ഉണ്ടായി എന്ന പ്രയോഗം പോലും തെറ്റാണ്. കാരണം ഉണ്മയാണ് ഭഗവാൻ. പക്ഷെ നമ്മൾ ധർമ്മശാസ്താവ് എന്നൊരു രൂപം കൽപ്പിക്കുകയാണെങ്കിൽ ആ രൂപത്തിന് നമ്മൾ ആദ്യം ഉണ്ടായ രൂപം എന്ന് വേണമെങ്കിൽ കൽപ്പിക്കാം. അപ്പൊ ഇവിടെ ശിവന്റെയും അതുപോലെ ഹരിയുടെയും മകനായിട്ടാണ് വന്നത്. അപ്പൊ അവർക്കൊക്കെ ശേഷമല്ലേ വന്നത് എന്ന് പറഞ്ഞാൽ അത് രൂപം നമ്മൾ കാണുന്ന ഭാവത്തിലുള്ളതാണ്. എന്നാൽ ആ തത്വം, ആ ശാസ്താ തത്വം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. ശാസ്താവിനെ ധ്യാനിക്കുന്നവർ ബ്രഹ്മത്തെ തന്നെയാണ് ധ്യാനിക്കുന്നത്. ആ ബ്രഹ്മാവസ്ഥയിൽ ഭഗവാൻ ഏറ്റവും ആദ്യത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യനാണ്. പിന്നീട് നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് വരികയാണ്. ആ രൂപത്തിലേക്ക് വരുന്നത് വളരെ പിന്നീടാണ്. അപ്പൊ അവിടെ നമുക്ക് പിന്നീടുണ്ടായതാണെങ്കിൽ പറയാമെങ്കിലും അദ്ദേഹം ആദ്യം തന്നെയാണ്. രൂപമില്ലാത്ത രൂപം എന്ന് വേണമെങ്കിൽ, കാരണം ആ രൂപമില്ലായ്മ തന്നെയാണ് അദ്ദേഹത്തെ ധ്യാനിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും സൂക്ഷ്മമായ ഭാവം. അപ്പൊ അതും ഒരു രൂപം തന്നെയാണ്. അപ്പൊ ആ രൂപം ആദ്യം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം ആദ്യനാണ്.
ഇനി ആദ്യ ശബ്ദത്തിന് എതിരില്ലാത്തവൻ എന്ന അർത്ഥവുമുണ്ട്. അദ്ദേഹത്തിനൊപ്പം കമ്പയർ ചെയ്യാൻ ഇവിടെ ആരുമില്ല, അദ്ദേഹത്തിനെ കമ്പീറ്റ് ചെയ്യാൻ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് എതിരായിട്ട് ആരുമില്ല, ഒരാൾക്കും അദ്ദേഹത്തെ തടയാൻ പറ്റില്ല. സ്വേച്ഛയാൽ ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിയാണ് ഭഗവാൻ ശ്രീധർമ്മശാസ്താവ്. അപ്പൊ അത്രയും ശ്രേഷ്ഠനായതുകൊണ്ട് ആദ്യൻ എന്ന് വിളിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ശാസ്താരം ഏവ സതതം. ശാസ്താരം എന്ന് പറഞ്ഞാൽ ശാസ്താവിനെ. ഈ പദത്തിന് ശാസ്താവ് എന്ന് പറഞ്ഞാൽ ശാസിക്കുന്നവൻ, ശാസകൻ, അതുപോലെ രാജാവ്, പിതാവ്, ആചാര്യൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ ആ ശാസ്താവിനെ സതതം നിരന്തരം ഏവ, ആ ശാസ്താവിനെ മാത്രം പ്രണതോസ്മി നിത്യം, നിത്യം നിരന്തരം. നിത്യം എന്ന ശബ്ദം ഭഗവാന്റെ വിശേഷണമായിട്ടും എടുക്കാം. അപ്പോൾ നിത്യമുള്ളവനാണ്, എന്നുമുള്ളവനാണ്. അങ്ങനെ എന്നുമുള്ളവനായ ആ ശാസ്താവിനെ മാത്രം ഞാൻ സതതം പ്രണതോസ്മി നമിക്കുന്നു. അദ്ദേഹത്തെ തന്നെ നമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. ഇപ്പോഴും നമിച്ചിരിക്കുകയാണ്, ഭാവിയിലും ഇങ്ങനെ നമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, ആ ഭാവത്തിൽ ഇരിക്കുകയാണ്. ആരെ? ശാസ്താവിനെ. അദ്ദേഹം രാജാവാണ്, എല്ലാവരെയും ഭരിക്കുന്നവനാണ്, പിതാവാണ്, അദ്ദേഹം ആചാര്യനാണ്. ഈ എല്ലാ ഭാവത്തിലും ശാസ്താ ശബ്ദത്തിന് അർത്ഥം വരുന്നത് കൊണ്ട് ശാസ്താവിൻ്റെ ആ ഒരു വൈഭവം എത്രയാണെന്ന് നമുക്ക് ധ്യാനിക്കാൻ പറ്റും. ഒരു മകന് വഴികാട്ടിയായി നിൽക്കുന്നതാരാ? അത് അവൻ്റെ പിതാവാണ്. അപ്പം അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവനെ പതുക്കെ പതുക്കെ ഉയർത്തി. അപ്പം അവൻ്റെ എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും പിതാവ് അത് സഹിക്കും. ആ ദോഷങ്ങളൊക്കെ പിതാവ് മാറ്റി 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 അവനെ ഒരു പരിപക്വനാക്കി മാറ്റിയതിന് ശേഷം അവനെ ഗുരുവിൻ്റെ അടുത്തേക്ക് അയക്കും. ആ ഗുരു ആര്? അതും ഭഗവാനാണ്. കാരണം ആചാര്യൻ എന്ന വാക്കിന് അർത്ഥമുണ്ട്. അപ്പം ആചാര്യന് ദോഷമുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ദോഷം ഇല്ലാതെയാകണം. ആദ്യം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദോഷമെല്ലാം ഇല്ലാതെയാക്കി, പിന്നെ അറിവിനെ പ്രദാനം ചെയ്തുകൊണ്ട് അവന് നല്ല ഒരു നില കൊടുത്ത്, പിന്നെ അവന് ചുറ്റും ധർമ്മമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാരണം നല്ല അറിവ് കിട്ടി, നല്ല പ്രാപ്തി കിട്ടി, നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അയാൾ മാത്രം നന്നായാൽ പോരാ, ചുറ്റുമുള്ളതൊട്ടും ധർമ്മം ഉണ്ടാവണം. അധാർമികമായ ഒരു ലോകത്തിൽ ധർമ്മം പാലിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവന് ചുറ്റുമുള്ള ധർമ്മത്തെ നിലനിർത്തി അധർമ്മത്തെ ഇല്ലാതെയാക്കി ഒരു രാജാവിന്റെ ഭാവത്തിൽ ഇരുന്നു കൊണ്ട് എപ്പോഴെങ്കിലും അവന് വഴി തെറ്റുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി അവനെ ശാസിച്ച് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് നേർവഴിക്ക് നയിച്ച് അവനെതിരെ വരുന്നവരെ ദണ്ഡിച്ചുകൊണ്ട് ഇങ്ങനെയെല്ലാം അർത്ഥത്തിൽ അവനെ സഹായിക്കുന്നത് കൊണ്ട് ഭഗവാന് ശാസ്താവ് എന്ന പേര് വന്നു. അപ്പൊ ശാസ്താരം പ്രണതോസ്മി എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാന്റെ ഈ ഭാവം മുഴുവൻ നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളണം. പിതാവിന്റെ ഭാവത്തിലും ആചാര്യന്റെ ഭാവത്തിലും രാജാവിന്റെ ഭാവത്തിലും ശാസകന്റെ ഭാവത്തിലും ഒക്കെ നമുക്ക് സംരക്ഷണം നൽകുന്ന ആ ഏക ചൈതന്യമായ ശ്രീധർമ്മശാസ്താവിനെ ഞാൻ നമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നമിച്ചിരിക്കുകയാണ്, ഇപ്പോൾ തന്നെ നമിച്ചിരിക്കുകയാണ്. ഇനി ആ നമനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന ധ്വനി ഇവിടെയുണ്ട്. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. കല്യാണവേഷരുചിരം കരുണാനിധാനം കന്ദർപ്പകോട്ടി സദൃശം കമനീയ ഭാസം കാന്താദ്വയാകലിത പാർശ്വമഘാരിമാദ്യം ശാസ്താരമേവ സതതം പ്രണതോസ്മി നിത്യം. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. യോ വാ സ്മരേദരുണ കുങ്കുമ പങ്കശോന ഗുഞ്ചാപി നദ്ധ കചഭാര ലസത്കിരീടം ശാസ്താരമേവ സതതം സതു സർവലോകാൻ വിസ്മാപയേൻ നിജ വിലോകനതോ നിതാന്തം. യോ വാ സ്മരേത്, ആരാണോ സ്മരിക്കുന്നത്? ആരെയാണ് സ്മരിക്കുന്നത്? അത് അടുത്ത വരിയിൽ പറയുന്നു. അരുണ കുങ്കുമ പങ്കശോണ ഗുഞ്ചാപി നദ്ധ കചഭാര ലസത് കിരീടം. ഇതൊരൊറ്റ വരിയാണ്. അരുണ എന്ന് പറഞ്ഞാൽ ചുവന്നത്, കുങ്കുമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുങ്കുമം, പങ്കം എന്ന് പറഞ്ഞാൽ ലേപനം. അപ്പോൾ അരുണ കുങ്കുമ പങ്കം എന്ന് പറഞ്ഞാൽ അരുണ നിറത്തിലുള്ള കുങ്കുമത്തെ പുരട്ടിയിരിക്കുന്ന, അതിൻ്റെ ലേപനം ധരിച്ചിരിക്കുന്ന. ഷോണ എന്ന് പറഞ്ഞാൽ ചെന്താമര, ഗുഞ്ച എന്ന് പറഞ്ഞാൽ പൂങ്കുല. അപ്പോൾ താമരയുടെ ഒരുപാട് താമരകൾ ചേർത്തിട്ടുള്ള ഒരു ബൊക്കെ പോലെ. അപിനദ്ധം എന്ന് പറഞ്ഞാൽ ഉടുക്കുക, ധരിക്കുക. കച്ച എന്നാൽ തലമുടി, ഭാരം എന്ന് പറഞ്ഞാൽ കെട്ട്. അപ്പോൾ തലമുടി കെട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലമുടി കെട്ട് ലസത് അലങ്കരിച്ചിരിക്കുന്നു. എന്തിനാലാണ് അലങ്കരിച്ചിരിക്കുന്നത്? കുങ്കുമത്തിന്റെ ലേപനം അതിലുണ്ട്, അതുകൊണ്ട് ആ ചുവപ്പ് നിറം അതിനുണ്ട്. അതുപോലെ തന്നെ ചെന്താമരകളുടെ പൂങ്കുല, അതായത് ബൊക്കെ പോലെ ചെന്താമരകളും അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ധരിച്ചിട്ടുള്ള തലമുടിയെ കിരീടമാക്കിയവൻ, മകുടമാക്കിയവനാണ് ഭഗവാൻ.
ഭഗവാൻ സ്വർണത്തിൻ്റെ കിരീടം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഭഗവാന് തൻ്റെ കേശം തന്നെയാണ് അലങ്കാരം. അപ്പോൾ ആ കേശത്തെ അദ്ദേഹം ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ കെട്ടിവെച്ച കേശത്തിൽ അദ്ദേഹം എന്താ പറയുക, സുഗന്ധവും അതുപോലെ ശോഭയും വർദ്ധിപ്പിക്കാനായിട്ട് പലതും ധരിച്ചിട്ടുണ്ട്. അത് കുങ്കുമത്തിൻ്റെ ലേപനം അതിൽ പുരട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെതായ ഒരു അരുണിമ കാണാനുണ്ട്, അതിൻ്റെ ഒരു സുഗന്ധമുണ്ട്. അവിടെ കുങ്കുമപ്പൂവ് ധരിച്ചിട്ടുണ്ട് എന്നർത്ഥവും എടുക്കാം. കുങ്കുമപ്പൂവ് കൊണ്ട് ഇങ്ങനെ മാല കെട്ടി അതിനെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് എന്നർത്ഥം എടുക്കാം. ലേപനത്തെ വേറെ പദമായിട്ട് എടുക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ വേറെ എന്തോ ചാർത്തിയിട്ടുണ്ട് സുഗന്ധമുണ്ടാക്കാൻ എന്നർത്ഥമെടുക്കാം. അല്ലെങ്കിൽ കുങ്കുമം തന്നെ ചാർത്തിയിട്ടുണ്ട് എന്നർത്ഥമെടുക്കാം. ഭക്തരെ ഭഗവാനെ കുങ്കുമം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ആ അഭിഷേകമെല്ലാം പരട്ടിയിരിക്കുന്ന ഭാവത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്നർത്ഥമെടുക്കാം. അതുപോലെ ചെന്താമരകൾ അർപ്പിക്കുന്നു. ആ ചെന്താമരകളെല്ലാം അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ ഇങ്ങനെ കേശത്തിൽ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ചെന്താമര ഒരു ബൊക്കെ പോലെ, അദ്ദേഹത്തിൻ്റെ ഒരു മാല പോലെ ശിരസിൽ ധരിച്ചിരിക്കുന്നു എന്നർത്ഥം വന്നു. അതും ഭക്തരെ സമർപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ധരിച്ചിരിക്കുന്നതായിരിക്കാം. അങ്ങനെ അഭിനദ്ധമുടുത്തിരിക്കുന്ന തലമുടിയെ കിരീടമാക്കിയവനാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ ആ ഭാവം പറഞ്ഞു. ഇനി അരുണ ശബ്ദത്തിന് സ്വർണം എന്നൊരർത്ഥവുമുണ്ട്. അപ്പോൾ അരുണ ശബ്ദത്തിന് കിരീടവുമായി ചേർത്താൽ സ്വർണ്ണ കിരീടം ധരിച്ചിരിക്കുന്നു. ആ കിരീടം ധരിച്ചിട്ടുള്ളത് ഈ കേശഭാരത്തിൻ്റെ മുകളിലാണ്. ഈ കേശഭാരത്തിൽ എന്താണുള്ളത്? ചെന്താമരയുടെ പൂക്കളും ധരിച്ചിട്ടുണ്ട്, അതുപോലെ കുങ്കുമത്തിൻ്റെ ലേപനവുമുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ കുങ്കുമം ധരിച്ചിട്ടുണ്ട്, അതുപോലെ ചെന്താമര പൂക്കൾ ധരിച്ചിട്ടുണ്ട്, അത് തൻ്റെ കേശഭാരത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നു, സ്വർണം കൊണ്ടുള്ള കിരീടമാണ് എന്നൊരർത്ഥമെടുക്കാം. അതല്ലെങ്കിൽ കേശത്തെ തന്നെ ഇങ്ങനെ പല അലങ്കാര വസ്തുക്കളും വെച്ചിട്ട് കിരീടമാക്കി മാറ്റിയിരിക്കുന്നു എന്നർത്ഥവും എടുക്കാം. ആദ്യകാലത്ത് കിട്ടിയിട്ടുള്ള ശാസ്താവിഗ്രഹങ്ങളിലൊക്കെ ആ ജടയാണ് അദ്ദേഹത്തിൻ്റെ ശിരസിലുള്ളത്, കിരീടമല്ല. ജട തന്നെ ഒരു കിരീടമായി ധരിച്ച ഭാവമാണ് കാണുന്നത് അവിടെ. അപ്പം അതുകൊണ്ട് അങ്ങനെയും ആവാം, കേശത്തെ തന്നെ മക്കുട്ടമാക്കിയവനെന്നോ അല്ലെങ്കിൽ സ്വർണ്ണ മക്കുട്ടം ഇത്തരത്തിലുള്ള കേശത്തിൽ ധരിച്ചിരിക്കുന്നവനെന്നോ രണ്ടർത്ഥത്തിലും അരുണ കുങ്കുമ പങ്കശോണ ഗുഞ്ചാപി നദ്ധ കചഭാര ലസത് കിരീടം എന്ന പദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പം ധ്യാനിക്കുമ്പോൾ ആ ഭാവത്തിൽ ധ്യാനിക്കാം. ആ രാജകീയത മുഴുവൻ ഉള്ളത് കൊണ്ട് സ്വർണത്തിൻ്റെ കിരീടം ധരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ധ്യാനിക്കാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേശം തന്നെ അതിഗംഭീരമാണ്, അതിശോഭയോടൊത്തതാണ്. അപ്പോൾ ആ കേശം മാത്രം മതി അദ്ദേഹത്തിന് കിരീടമായിട്ട് എന്ന രീതിയിലും ധ്യാനിക്കാം. ശാസ്താരമേവ സതതം, ശാസ്താവിനെ വാക്കിനെ നേരത്തെ പറഞ്ഞു, പിതാവ്, രാജാവ്, ശാസകൻ, ഇങ്ങനെയെല്ലാം അർത്ഥങ്ങളുണ്ട്, ആചാര്യൻ എന്നെല്ലാം അർത്ഥങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ശാസ്താവിനെ സതതം, നിരന്തരം, ഏവ മാത്രം, മറ്റൊരു ആശ്രയമില്ലാതെ ഭഗവാനെ മാത്രം ആശ്രയിക്കുന്ന ഭാവമാണ് ഏകാശ്രയം. അങ്ങനെ വേണം ആശ്രയിക്കാൻ. ഇത് തന്നെയാണ് ഗീതയിൽ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറയുന്നത്. എന്നെ മാത്രം, ഞാൻ ഒന്ന് മാത്രമായിരിക്കണം ശരണം, മറ്റൊന്നും ആവശ്യമില്ല. അങ്ങനെയുള്ള ശരണാഗതിയാണ് പൂർണ്ണ ശരണാഗതി. അങ്ങനെയുള്ള ശരണാഗതി കൊണ്ട് മാത്രമേ ഉയർച്ചയുണ്ടാവൂ. അപ്പം അതുകൊണ്ട് ശാസ്താരമേവ സതതം, ആ ശാസ്താവിനെ മാത്രം നിരന്തരം ആര് സ്മരിക്കുന്നുവോ, നേരത്തെ പറഞ്ഞ യോ വാ സ്മരേത് എന്ന വാക്ക് ഇതിനോട് ചേർക്കണം. അപ്പോൾ ഇങ്ങനെ കിരീടമണിഞ്ഞിട്ടുള്ള ശാസ്താവിനെ ആര് നിരന്തരം മാത്രം, അതായത് അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ആ ധ്യാനം ഇവിടെ. അതുകൊണ്ടാണ് ശാസ്താരമേവം സതതം യോ വാ സ്മരേത്, ആര് സ്മരിക്കുന്നുവോ സതു അവൻ സർവലോകാൻ എല്ലാ ലോകങ്ങളെയും വിസ്മയാപേയൻ നിജവിലോകനതോ നിതാന്തം, നിജവിലോകനത സ്വന്തം നോട്ടത്താൽ. ആരാണോ ശാസ്താവിനെ ഇങ്ങനെ നിരന്തരം ശാസ്താവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ സ്വന്തം നോട്ടത്താൽ നിതാന്തം അത്യന്തം വിസ്മയാപേയ വിസ്മയിപ്പിക്കുന്നു. ആരെ? സതു സർവലോകാൻ, എല്ലാ ലോകങ്ങളെയും അവൻ വിസ്മയിപ്പിക്കുന്നു. അവൻ്റെ നോട്ടം കൊണ്ട് തന്നെ ലോകത്തെ വിസ്മയിപ്പിക്കുന്നു. അത്രയും ശോഭയോടൊത്ത നോട്ടമാകും അവൻ്റെ. കാരണം അവൻ്റെ മുഖത്ത് ആ തേജസ് ഉണ്ടാവും, അവൻ്റെ ചിന്തയിൽ ആ തേജസ് ഉണ്ടാവും, അവൻ്റെ പ്രവൃത്തിയിൽ ആ തേജസ് ഉണ്ടാവും. അപ്പൊ അവനൊന്ന് നോക്കുമ്പോൾ തന്നെ ലോകം വിസ്മയിച്ചു പോകും. ഇതാരാണ് ആള്? എന്തൊരു തേജസ്സാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും പ്രവഹിക്കുന്നത്. ഈ തേജസ് അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി? ആരെയാണ് അയാൾ ഉപാസിക്കുന്നത് എന്ന് ലോകം ചിന്തിച്ചു പോകും. അപ്പൊ അത്രയും ശോഭ ആ ഭക്തന് ഭഗവാൻ നൽകും. ഭഗവാനെ ധ്യാനിക്കുന്നവർക്ക് കിട്ടുന്ന ഫലമാണ് ഇവിടെ പറയുന്നത്. സതു സർവലോകാൻ വിസ്മയാപേയൻ നിജ വിലോകനതോ നിതാന്തം.
ഇനി ലോകത്തിനെ വിസ്മയിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പല അത്ഭുതങ്ങളും തൻ്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ ചെയ്യും. ഭക്തരെ അനുഗ്രഹിക്കാൻ, മറ്റു ഭക്തരെ അനുഗ്രഹിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ലോകത്തിൽ പരിണാമമുണ്ടാക്കാനും ഒരു നോട്ടം കൊണ്ട് തന്നെ സാധിക്കുന്ന വിധത്തിലുള്ള സിദ്ധി അവർക്ക് ലഭിക്കും. അത്രയും സിദ്ധി ഭഗവാന്റെ കൃപ കൊണ്ട് അവർക്ക് ലഭിക്കും. അവർ ചെയ്യേണ്ടത് ഭഗവാനെ ഏകമായി നിതാന്തമായി ധ്യാനിക്കുക, സ്മരിക്കുക, ഇത്ര മാത്രമേ അവർ ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഈ ഒരു ഭാവം സിദ്ധിക്കും എന്നിവിടെ ഉറപ്പിച്ചു പറയുന്നു. നമ്മളിവിടെ ഭഗവാനെ ധ്യാനിക്കുകയാണ്. അതിമനോഹരനാണ് അദ്ദേഹം എന്ന് ആവർത്തിച്ചു പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ നിരന്തരം സ്മരിക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ ഗുണം നമുക്കും ഉണ്ടാവുമെന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ ശ്ലോകം. യോ വാ സ്മരേതരുണ കുങ്കുമ പങ്കശോന ഗുഞ്ചാപി നദ്ധകജ ഭാരലസത്കിരീടം ശാസ്താരമേവ സതതം സതു സർവലോകാൻ വിസ്മാപയേന്നിജ വിലോകനതോ നിതാന്തം. അടുത്തത് നാലാമത്തെ ശ്ലോകമാണ്. പഞ്ചേഷു കൈടഭ വിരോധി തനൂഭുവം തം ആരൂഢദന്തി പരമാദ്യത മന്ദഹാസം ഹസ്താംബുജൈരവിരതം നിജഭക്തഹംസേഷ്വൃദ്ധിം പരാം ഹി ദദതം ഭുവനൈകവന്ദ്യം. പഞ്ചേഷു കൈടഭ വിരോധി തനൂഭവം തം. പഞ്ചേഷു എന്ന് പറഞ്ഞാൽ കാമദേവൻ, കൈടഭൻ എന്ന് പറഞ്ഞാൽ ഒരു അസുരനാണ്. മധുകൈടഭന്മാരെ നമുക്കറിയാം. വിരോധി എന്ന് പറഞ്ഞാൽ ശത്രു. അപ്പൊ ഇവിടെ രണ്ടു പേരുടെ ശത്രുക്കളെ പറഞ്ഞു. അതുകൊണ്ട് രണ്ട് ആൾക്കാരെ പറഞ്ഞു. ഒന്ന് പഞ്ചേഷു ശത്രു, പഞ്ചേഷു വിരോധി. പഞ്ചേഷു വിരോധി എന്ന് പറഞ്ഞാൽ കാമദേവന്റെ ശത്രു. മറ്റേത് കൈടഭ വിരോധി. കൈടഭ വിരോധി എന്ന് പറഞ്ഞാൽ കൈടഭന്റെ ശത്രു. ആരാ കാമദേവന്റെ ശത്രു? ശിവൻ. കൈടഭന്റെ ശത്രു ആരാ? വിഷ്ണു. അപ്പോൾ ശിവന്റെയും വിഷ്ണുവിന്റെയും തനൂഭവം. തനൂഭവം എന്ന് പറഞ്ഞാൽ തനുവിൽ നിന്നും ജനിച്ചവൻ, അതായത് പുത്രൻ. അപ്പൊ ശിവന്റെയും വിഷ്ണുവിന്റെയും പുത്രനായിരിക്കുന്ന തം, അവനെ. അപ്പൊ ഭഗവാൻ ശിവന്റെയും വിഷ്ണുവിന്റെയും പുത്രനാണെന്ന് ഇവിടെ പറഞ്ഞു. തുടക്കത്തിൽ ആ രണ്ട് ശോഭയും കാണിച്ചത് ഈ ഭാവം ഉറപ്പിക്കാനാണ്. ആരൂഢദന്തി പരമാദ്യത മന്ദഹാസം. ആരൂഢം എന്ന് പറഞ്ഞാൽ കയറിയിരിക്കുക. ദന്തി എന്ന് പറഞ്ഞാൽ ആന. പര എന്ന ശബ്ദം കൊണ്ട് ശത്രുവിനെ സൂചിപ്പിക്കുന്നു. മാദ്യത എന്ന് പറഞ്ഞാൽ മർദ്ദിക്കുക. മന്ദഹാസം എന്ന് പറഞ്ഞാൽ പുഞ്ചിരി. അപ്പോൾ ആരൂഢദന്തി പരമാദ്യത മന്ദഹാസം. ആനയുടെ പുറത്ത് കയറിയിരുന്നു കൊണ്ട് തൻ്റെ പുഞ്ചിരി കൊണ്ട് ശത്രുക്കളെ മർദ്ദിക്കുന്നവനാണ് ഭഗവാൻ. ഭഗവാന് യുദ്ധമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ആ പുഞ്ചിരി തന്നെ ധാരാളമാണ്. അപ്പൊ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശത്രുക്കൾ ഇല്ലാതെയാകുന്നു എന്നൊരർത്ഥം വന്നു. ഭഗവാൻ ശത്രുക്കളെ വധിക്കുന്നു, പക്ഷെ അത് പുഞ്ചിരി തൂകിക്കൊണ്ടാണെന്ന് പറയുമ്പോൾ അവരോട് ഭഗവാന് പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ല എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. കാരണം ഭഗവാൻ എല്ലാവരെയും ഒന്നായിട്ടാണ് കാണുന്നത്. അപ്പൊ ധർമ്മം നിലനിൽക്കണം, അധർമ്മം ഇല്ലാതെയാകണം എന്നുള്ളത് കൊണ്ട് ധർമ്മം ചെയ്യുന്നവരെ പാലിക്കുകയും അധർമ്മം ചെയ്യുന്നവരെ ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു. അതല്ലാതെ അതിൽ മറ്റൊരു സ്വാർത്ഥ താല്പര്യവുമില്ല. അതുകൊണ്ട് പുഞ്ചിരിച്ച് പ്രവർത്തിക്കുന്നു. അതല്ലെങ്കിൽ ഭഗവാൻ ഈ പ്രവൃത്തിയെല്ലാം അത്രയും ലാഘവത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നു. കാരണം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ പുഞ്ചിരിക്കണമെങ്കിൽ നല്ല രസിച്ച് ചെയ്യാൻ പറ്റണം. വളരെ ക്ലേശകരമായ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഭഗവാൻ പുഞ്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ലാഘവത്തോടു കൂടി ചെയ്യുകയാണ്. ഭഗവാന്റെ പുഞ്ചിരിയുടെ മഹിമയുമുണ്ട്, ഭഗവാന്റെ മഹിമ കൊണ്ടുണ്ടാകുന്ന പുഞ്ചിരിയാണ് എന്ന രണ്ടർത്ഥത്തിലും ഇത് വ്യാഖ്യാനിക്കാം. അപ്പൊ ആരൂഢദന്തി പരമാദ്യത മന്ദഹാസം. ആനപ്പുറത്ത് കയറിയിരുന്നു കൊണ്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ശത്രുക്കളെ ഇല്ലാതെയാക്കുന്നവൻ, മർദ്ദിക്കുന്നവനാണ് ഭഗവാൻ. ഹസ്താംബുജൈർ അവിരതം. ഹസ്തം കയ്യ്, അംബുജം എന്നാൽ താമര, താമര പോലത്തെ കയ്യുകൊണ്ട് അവിരതം നിരന്തരം നിജഭക്തഹംസേഷു, നിജം സ്വന്തം, ഭക്തഹംസന്മാരിൽ. ഹംസ ശബ്ദം കൊണ്ട് ഒട്ടലില്ലായ്മയാണ് എപ്പോഴും സൂചിപ്പിക്കുക. ഒട്ടലില്ലാതെ നടക്കാൻ പറ്റുന്ന, അതുപോലെ പാലിനെയും ജലത്തെയും മിശ്രമാക്കിയാൽ ആ ജലത്തെ ഉപേക്ഷിച്ച് പാലിനെ മാത്രം സ്വീകരിക്കാനുള്ള ശേഷിയുള്ളത് കൊണ്ടും ഹംസം വിശേഷിച്ചും പുരാണങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ സാരവത്തല്ലാത്ത പ്രപഞ്ചത്തിൽ നിന്നും സാരമായ ഈശ്വരനെ മാത്രം ഗ്രഹിക്കാൻ ശേഷിയുള്ളവരാണ് ഭക്തർ എന്നുള്ളത് കൊണ്ട് ഭക്തഹംസർ എന്നിവിടെ വിളിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് പരമഹംസ പദവും വരുന്നത്. അപ്പോൾ നിജഭക്തഹംസേഷു, സ്വന്തം ഭക്തന്മാരിൽ തൻ്റെ താമര പോലത്തെ കൈകൊണ്ട് നിരന്തരം ഋദ്ധിം പരാം ഹി ദദതം, പരമമായ സമൃദ്ധിയെ നൽകുന്നു. ഋദ്ധി എന്നാൽ സമൃദ്ധി. അപ്പോൾ താമര പോലത്തെ കൈകൊണ്ട് എങ്ങനെയാണ് ഭഗവാൻ ഇരിക്കുന്നത്?
അദ്ദേഹം ആനപ്പുറത്താണ് ഇരിക്കുന്നത്, ശത്രുക്കളെ മർദ്ദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, ശിവന്റെയും വിഷ്ണുവിൻ്റെയും മകനായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹം ആ ആനപ്പുറത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഭക്തർക്ക് തൻ്റെ താമര പോലത്തെ കോമളമായ കൈകൾ കൊണ്ട് ഇങ്ങനെ വാരി വാരി പരമമായ ഋദ്ധിയെ സമൃദ്ധിയെ നൽകിക്കൊണ്ടിരിക്കുന്നു. ഭുവനൈക വന്ദ്യം, ലോകത്തിന് ഒരേ ഒരു വന്ദ്യനായിരിക്കുന്നവൻ. ലോകത്തിൽ എല്ലാവരും വന്ദിക്കുന്നതാരെയോ അവൻ ഭുവനൈക വന്ദ്യൻ. ലോകത്തിൽ എല്ലാവരും വന്ദിക്കേണ്ടതാരെയോ അവനും ഭുവനൈക വന്ദ്യൻ. ഇവിടെ പലരും പലരെയും വന്ദിക്കുന്നതായി കണ്ടാലും അവരിലൂടെയൊക്കെ ചെല്ലുന്ന വന്ദനം ചെന്നെത്തുന്നത് ഭഗവാനിലായതുകൊണ്ട് ഏകവന്ദ്യനാണ് അദ്ദേഹം. അതുപോലെ ലോകം വന്ദിക്കേണ്ടത് അദ്ദേഹത്തെയാണ്. കാരണം എല്ലാത്തിനും ആധാരമായി നിൽക്കുന്ന, എല്ലാം നിയന്ത്രിച്ചു നിൽക്കുന്ന, എല്ലാവർക്കും സംരക്ഷണം നൽകുന്ന, നേർവഴി കാട്ടുന്ന, മോക്ഷം പ്രദാനം ചെയ്യുന്ന ഈശ്വരൻ ഭഗവാൻ ശ്രീധർമ്മശാസ്താവായതുകൊണ്ട് ഭുവനൈക വന്ദ്യനാണ്. ഇവിടെ ക്രിയാപദം കാണുന്നില്ല. അപ്പൊ സാധാരണ നമ്മൾ ശ്ലോകങ്ങളിൽ നമസ്കാരം അർപ്പിക്കുന്നതായതുകൊണ്ട് ഇവിടെ നമുക്ക് നമസ്കാരം അർപ്പിക്കുന്നു എന്ന ഒരു ക്രിയാപദം ചേർത്ത് വായിക്കാം. അതല്ലെങ്കിൽ തൊട്ടടുത്ത് വരുന്ന ശ്ലോകത്തിൽ നിന്നും ക്രിയാപദത്തെ എടുക്കണം. തൊട്ടടുത്ത ശ്ലോകത്തിൽ ഈഡേ എന്ന ക്രിയാപദം വരുന്നു. ഈഡേ എന്നാൽ സ്തുതിക്കുന്നു. അപ്പോ ഇങ്ങനെയുള്ള എങ്ങനെയൊക്കെയുള്ള ഹരിഹരസുതനായിരിക്കുന്ന, ആനപ്പുറത്തിരിക്കുന്ന, ശത്രുക്കളെ മർദ്ദിക്കുന്ന, മന്ദഹാസം തൂകുന്ന, ഭക്തർക്ക് പരമരുദ്ധിയെ വാരി വിതറുന്ന, കോമളമായ താമര പോലത്തെ കൈകളുള്ള ആ ഭഗവാനെ ഞാൻ സ്തുതിക്കുന്നു. ലോകത്തിനു മുഴുവൻ ഏകവന്ദ്യനായിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ ഈടെ സ്തുതിക്കുന്നു എന്ന് തൊട്ടടുത്ത ശ്ലോകത്തിൽ നിന്നും ക്രിയാപദം എടുത്തിട്ട് ചേർത്ത് ഇവിടെ വായിക്കാം. ഇതാണ് 4ാമത്തെ ശ്ലോകം. പഞ്ചേഷു കൈടഭ വിരോധി തനൂഭവം തം ആരൂഢദന്തി പരിമാദ്യത മന്ദഹാസം ഹസ്താംബുജൈരവിരതം നിജ ഭക്തഹംസേ ശ്രുദ്ധിം പരാം ഹി ദദതം ഭുവനൈകവന്ദ്യം. അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. ഗുഞ്ചാമണിസ്രഗുപലക്ഷിത കേശഹസ്തം കസ്തൂരികാതിലക മോഹന സർവലോകം പഞ്ചാനനാംബുജലസദ്ഘന കർണപാശം ശാസ്താരമംബുരുഹലോചനമീഷമീഡേ. ഈ ഈഡേ എന്ന ശബ്ദമാണ് നേരത്തെ ചേർത്ത് വായിച്ചത്. ഗുഞ്ചാമണിസ്രഗുപലക്ഷിത കേശഹസ്തം. കേശഹസ്തം എന്ന് പറഞ്ഞാൽ തലമുടിക്കെട്ടാണ്. എങ്ങനെയുള്ള തലമുടിക്കെട്ടാണ്? ഗുഞ്ച എന്ന് പറഞ്ഞാൽ കുന്നിക്കുരു. മണി എന്നാൽ മുത്തെന്നർത്ഥമുണ്ട്, രത്നങ്ങൾ എന്നർത്ഥമുണ്ട്. സ്രഗ് എന്നാൽ മാല. ഉപലക്ഷിതം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കേശഹസ്തം, തലമുടിക്കെട്ട് എങ്ങനെയാണ് കാണപ്പെടുന്നത്? അതിൽ കുന്നിക്കുരുവുണ്ട്, മുത്തുണ്ട്, മാലയുണ്ട്. അതായത് കുന്നിക്കുരു കൊണ്ടുള്ള മാലയുമുണ്ട്, മുത്തുകൊണ്ടുള്ള മാലയുമുണ്ട്, രത്നങ്ങളെ കൊണ്ടുള്ള മാലയുമുണ്ട്. അങ്ങനത്തെ മാലകൾ കെട്ടിവെച്ചിട്ടുള്ള കേശത്തോടു കൂടിയവനാണ്, തലമുടിക്കെട്ടോടു കൂടിയവനാണ് അദ്ദേഹം. കസ്തൂരികാ തിലക മോഹന സർവലോകം. അദ്ദേഹം ഒരു തിലകക്കുരി ചാർത്തിയിട്ടുണ്ട്. തിലകക്കുരി എന്നാൽ ഗോപിക്കുരി, നെറ്റിയിൽ ചാർത്തുന്നത്. എങ്ങനെയാണ് ചാർത്തിയിട്ടുള്ളത്? കസ്തൂരിയെയാണ് മാനിൽ നിന്നും കിട്ടുന്ന വളരെ സുഗന്ധമുള്ള കസ്തൂരിയെയാണ് അദ്ദേഹം ചാർത്തിയിരിക്കുന്നത്. അത് ചാർത്തിയതിലൂടെ സർവലോകത്തെയും മോഹിപ്പിക്കുകയാണ്. അതാണ് മോഹന സർവലോകം. അദ്ദേഹത്തിന് സ്വതവേ നല്ല മനോഹാരിതയാണ്. ലോകത്തെ മുഴുവൻ ആകർഷിക്കുന്ന വൈഭവമാണ് അദ്ദേഹത്തിനുള്ളത്. ആ ശോഭയാണ് അദ്ദേഹത്തിനുള്ളത്. ആ ശോഭ ഒന്നും കൂടി കൂട്ടണം എന്ന രീതിയിൽ അദ്ദേഹം ഈ കസ്തൂരിയുടെ തിലകവും ധരിച്ചിരിക്കുന്നു. അപ്പൊ ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുകയാണ്. പല ദിക്കിലേക്കും അലയുന്ന ജീവൻ, പല ദുഃഖങ്ങളും നശ്വരമായത് നേടി നേടി തപിക്കുന്ന ജീവൻ ഭഗവാനിലേക്ക് തിരിയട്ടെ എന്ന് ഭഗവാൻ കാരുണ്യത്തോടുകൂടി, കാരണം കരുണയുടെ നിധാനമാണെന്ന് പറഞ്ഞു, ദയയുടെ ഇരിപ്പിടമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ദയ കൊണ്ട് അദ്ദേഹം ഭക്തരെ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. തൻ്റെ ശോഭ ഒന്ന് മാത്രം മതി ഭക്തരെ ആകർഷിക്കാൻ. പക്ഷെ തന്നിൽ വൈമുഖ്യം കാണിച്ചുകൊണ്ട് ലോകത്തിലേക്ക് കൂടുതൽ കൂടുതൽ മുങ്ങിപ്പോകുന്നവരെയും ഉദ്ധരിക്കണം എന്ന് ഭഗവാന് കരുണ തോന്നണം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കേശത്തിൽ നല്ല തിളക്കമുള്ള ഇത്തരം സാധനങ്ങൾ, അതായത് കുന്നിക്കുരു, മുത്ത്, രത്നം തുടങ്ങിയത് കൊണ്ടുള്ള മാലകൾ ധരിച്ചിരിക്കുന്നു. കസ്തൂരിയുടെ തിലകവും ധരിച്ചിരിക്കുന്നു. ഇങ്ങനെ ധരിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, തന്നിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയെങ്കിലും തന്നിലേക്ക് വന്ന് സദ്ഗതി നേടട്ടെ എന്ന കരുണ അദ്ദേഹത്തിനുണ്ട്. പഞ്ചാനനാംബുജലസദ്ഘന കർണപാശം. കർണപാശം എന്ന് പറഞ്ഞാൽ മനോഹരമായ ചെവി എന്നാണ് അർത്ഥം. അദ്ദേഹത്തിന് മനോഹരമായ ചെവിയാണ്. എങ്ങനെയാണ് അതുള്ളത്? പഞ്ചാനന, ഇവിടെ പച്ച് ധാതുവിൽ നിന്ന് പഞ്ചശബ്ദം എടുത്താൽ വിടർന്നിരിക്കുന്ന മുഖത്തോടു കൂടിയതെന്ന് വന്നു.
അപ്പൊ വിരിഞ്ഞിരിക്കുന്ന മുഖത്തോടു കൂടിയ അംബുജം താമര. അപ്പൊ നല്ല വിരിഞ്ഞിരിക്കുന്ന താമരകളെ ലസത് അലങ്കരിച്ചിരിക്കുന്ന ഘനം നിബിഡമായിരിക്കുന്ന കർണപാശ മനോഹരമായ ചെവി. അപ്പോൾ അദ്ദേഹം നല്ല വിരിഞ്ഞ താമരകളെ ഇങ്ങനെ നിബിഡമായിട്ട് തൻ്റെ കേശത്തിൽ ചെവിയിൽ ധരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ശോഭിക്കുന്നു. അല്ലെങ്കിൽ അത് കേശത്തിൽ ധരിച്ചിട്ടുണ്ട്, അപ്പൊ കേശത്തിന് താഴെ നിൽക്കുന്ന ചെവി അതുകൊണ്ട് ശോഭിക്കുന്നു എന്നർത്ഥത്തിൽ പഞ്ചാനനാംബുജ ലസത് ഘനകർണപാശം എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ശാസ്താരമംബുരുഹലോചനമീശമീഡേ, അങ്ങനെയുള്ള ശാസ്താരം ശാസ്താവിനെ, അംബുരുഹലോചനം, അംബുരുഹം എന്നാൽ താമര, താമരയുടെ കണ്ണുള്ളവൻ, താമരക്കണ്ണൻ, താമരയ്ക്ക് സമാനമായ കണ്ണുള്ള, അപ്പൊ നല്ല നീണ്ട കണ്ണുള്ളവൻ എന്നും ഒട്ടലില്ലാത്ത ദൃഷ്ടിയോടൊത്തവൻ എന്നും അതിനർത്ഥം വന്നു. ഈശം പ്രഭുവിനെ ഈഡേ സ്തുതിക്കുന്നു, ഞാൻ സ്തുതിക്കുകയാണ്. ഇത്രയെല്ലാം സവിശേഷതയുള്ള ആ പ്രഭുവിനെ ഞാൻ സ്തുതിക്കുന്നു. കുന്നിക്കുരുവിന്റെ മാല അദ്ദേഹം കേശത്തിൽ ധരിച്ചിരിക്കുന്നു, രത്നമാല ധരിച്ചിരിക്കുന്നു, മുത്തുമാല ധരിച്ചിരിക്കുന്നു. അങ്ങനെ മനോഹരമായ കേശത്തോടൊത്തവനാണ്. പോരാത്തതിന് ചെവിയിൽ താമരകളെ നിബിഡമായി ധരിച്ചിരിക്കുന്നു, നല്ല മനോഹരമായ താമരയെ ധരിച്ചിരിക്കുന്നു, നല്ല വിടർന്നിരിക്കുന്ന താമരകൾ. നെറ്റിയിൽ കസ്തൂരിക കൊണ്ട് തിലകം ചാർത്തിയിരിക്കുന്നു. ഇങ്ങനെയെല്ലാം അതിശോഭനമായിരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ സ്തുതിക്കുന്നു. ആ ശാസ്താവിനെ, താമരയുടെ കണ്ണുപോലെയുള്ള ആ ഈശനെ ഞാൻ സ്തുതിക്കുന്നു എന്നിവിടെ 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഗുഞ്ചാമണീസ്രഗുപലക്ഷിതകേശഹസ്തം കസ്തൂരികാതിലകമോഹന സർവലോകം പഞ്ചാനനാംബുജലസദ്ഘനകർണപാശം ശാസ്താരമംബുരുഹലോചനമീശമീഡേ. അടുത്തത് 6-ാമത്തെ ശ്ലോകമാണ്. പഞ്ചാനനം ദശഭുജം ധൃതഹേതിദണ്ഡം ധാരാവതാദപി ച രുഷ്ണികമാലികാഭി ഇച്ഛാനുരൂപഫലദോസ്മ്യഹമേവ ഭക്തേഷ്വിദ്ധം പ്രതീത വിഭവം ഭഗവന്തമീഡേ. പഞ്ചാനനം, ഭഗവാന് 5 മുഖങ്ങളുണ്ട്. നേരത്തെ ശിവന്റെ 5 ഭാവങ്ങൾ പറഞ്ഞ് അതേ 5 ഭാവങ്ങളിൽ ഭഗവാനും ശോഭിക്കുന്നു, ശിവൻ തന്നെയാണെന്നുള്ള ഭാവത്തിൽ ശോഭിക്കുന്നു എന്നുള്ളതും, അതുപോലെ പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായും പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രതീകമായും പഞ്ചപ്രാണന്റെ പ്രതീകമായും അന്ധകരണങ്ങൾ 4 ആത്മാവും ചേർത്ത് 5ന്റെ പ്രതീകമായും ഇങ്ങനെ പലതരത്തിൽ പഞ്ചാനനാണ് ഭഗവാൻ. ദശഭുജവുമാണ്, 10 കൈകളുമുണ്ട്. ഇവിടെ 10 കൈകളുണ്ടെന്ന് എടുത്തു പറയുന്നത് കൊണ്ട് ഭഗവാന്റെ വൈഭവത്തെയാണ് കാണിക്കുന്നത്. ആ വൈഭവം ഒന്ന് വ്യക്തമാക്കാനായി കാവ്യാത്മകമായിട്ട് വർണ്ണിക്കുകയാണ്. അപ്പൊ ഭഗവാൻ 5 കൈയുണ്ട്, അപ്പോൾ 5 മുഖമുണ്ട്, ഓരോ മുഖത്തിനും 2 കൈ വീതം, അദ്ദേഹത്തിന് 10 കൈകളുമുണ്ട്. ആ 10 കൈകളിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്നു. എന്താണ് ധരിച്ചിരിക്കുന്നത്? ധൃതഹേതി ദണ്ഡം, ഹേതിയും ദണ്ഡവും ധരിച്ചിരിക്കുന്നു. ഹേതി എന്നാൽ അസ്ത്രം, ദണ്ഡം എന്നാൽ വടി. ഹേതി എന്ന ശബ്ദത്തിന് അഗ്നി എന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ ഒരു കയ്യിൽ വടി പിടിച്ചിട്ടുണ്ട്, മറ്റേ കയ്യിൽ ഒരു അസ്ത്രം പിടിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അഗ്നിയെ പിടിച്ചിട്ടുണ്ടെന്നോ അർത്ഥം വന്നു. അതല്ലെങ്കിൽ ചേർത്ത് വായിച്ചാൽ അഗ്നിയുടെ അസ്ത്രം, ആഗ്നേയാസ്ത്രത്തെ ധരിച്ചിരിക്കുന്നു എന്നർത്ഥവും വന്നു. ശത്രുനാശനത്തിനായിട്ട് ആഗ്നേയാസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. അതല്ലെങ്കിൽ അഗ്നിയെ ധരിച്ചിരിക്കുന്നു. അഗ്നിയെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യജ്ഞത്തെ അദ്ദേഹമാണ് നിലനിർത്തുന്നത്. യജ്ഞം എന്നാൽ സമർപ്പണം. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ തന്നെയും തനിക്ക് ചുറ്റുമുള്ളതിനെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായ ശാസ്താവുണ്ടെന്നുള്ള ബോധമുണ്ടായി അയാളെ തന്നെ ആ ശാസ്താവിൽ സമർപ്പിക്കുമ്പോൾ അയാൾക്ക് പരമാനന്ദമാണ്. അപ്പോൾ ആ പരമാനന്ദമാകുന്ന യജ്ഞത്തെ അദ്ദേഹം കയ്യിൽ ധരിച്ചിരിക്കുന്നു. അതുപോലെ ജ്ഞാനത്തിന്റെ പ്രതീകവുമാണ് അഗ്നി. ലോകത്തിന് വേദം അഗ്നിയുടെ സ്വരൂപമാണെന്ന് പറയും, അഗ്നി വേദത്തിന്റെ സ്വരൂപമാണെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അത് അദ്ദേഹം കയ്യിൽ ധരിച്ചിരിക്കുന്നു. ദേവന്മാരുടെ എല്ലാം മുഖം അഗ്നിയാണ്. കാരണം അഗ്നിയിലേക്ക് ഹോമിച്ചാൽ അഗ്നിയാണ് അതിന്റെ സൂക്ഷ്മാംശത്തെ ദേവന്മാർക്ക് മുഴുവൻ കൊടുക്കുന്നത്. അപ്പോൾ ദേവന്മാരുടെ മുഴുവൻ മുഖമായിരിക്കുന്നവൻ, ദേവന്മാർക്ക് എല്ലാ ശക്തിയും കൊടുക്കുന്നവൻ ആയതുകൊണ്ടും അഗ്നിയെ കയ്യിൽ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ധൃതഹേതി ദണ്ഡം, ഇങ്ങനെ ഹേതിയും ദണ്ഡവും കയ്യിൽ ധരിച്ചിരിക്കുന്ന 10 കൈകളുള്ള പഞ്ചാനനൻ, 5 മുഖങ്ങളുള്ളവനാണ് അദ്ദേഹം. ധാരാവതാദപി ച രൂഷ്ണിക മാലികാഭി. ധാരാവതാദപി എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ളത്, അതല്ലെങ്കിൽ ധാര പോലെയുള്ളത്, രണ്ടർത്ഥവും വരും. ഇപ്പോൾ വാളിന്റെ ഒക്കെ അഗ്രഭാഗത്തുള്ള ആ മൂർച്ചയേറിയ ഭാവത്തിന് ധാരാവത എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കാം, അല്ലെങ്കിൽ ധാര ധാരയുള്ളത് എന്ന അർത്ഥത്തിൽ വരും. റൂഷ്ണിക എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങുന്ന എന്നർത്ഥമാണ് ഇവിടെ കിട്ടുന്നത്. മാലികാഭി, മാലകളാൽ. അപ്പം അദ്ദേഹം മാലകൾ ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം കയ്യിൽ ഹേതിയും ദണ്ഡവും പിടിച്ചിട്ടുണ്ട്, പോരാത്തതിന് മാലയും ധരിച്ചിട്ടുണ്ട്. ആ മാല എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങുന്ന മാലയാണ്.
ധാര പോലെയാണ്. അപ്പൊ ധാര അങ്ങനെ ഒഴുകുന്ന പോലെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് മാലകൾ ധരിച്ചിട്ടുണ്ട് എന്നർത്ഥവും കിട്ടി. അല്ലെങ്കിൽ നല്ല കൂർത്ത് നല്ല മൂർച്ചയുള്ള സാധനങ്ങളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മാലകളാണ് അദ്ദേഹത്തിന്റെ എന്നും കാണിക്കാനായിട്ട് ധാരാവതാദപിച റൂഷ്ണിക മാലികാഭി ഇതുപയോഗിച്ചുകൊണ്ട് ഇച്ഛാനുരൂപഫലദോസ്മ്യഹമേവ, ഇച്ഛയ്ക്ക് അനുരൂപമായ അനുസരിച്ചിട്ടുള്ള ഫലത്തെ നൽകുന്നവൻ, ഫലദഃ അസ്മി ആകുന്നു, അഹമേവ ഞാൻ മാത്രമെന്ന്, ഭക്തേഷു ഇത്തം ഭക്തന്മാർക്ക് ഇപ്രകാരം, പ്രതീത വിഭവം പ്രസിദ്ധമായ ശക്തിയുള്ളവൻ. വിഭവം എന്ന പദത്തിന് ഇവിടെ ശക്തി, സാമർഥ്യം എന്നൊക്കെയാണ് അർത്ഥം. പ്രതീതം എന്നാൽ പ്രസിദ്ധം, ലോകത്തിൽ മുഴുവൻ പ്രസിദ്ധമായിട്ടുള്ള ശക്തിയോടൊത്ത് ഭഗവന്തം ഭഗവാനെ ഈയിടെ ഞാൻ സ്തുതിക്കുന്നു. ഭഗയുള്ളവൻ ഭഗവാൻ. ഭഗ എന്നാൽ 6 ഗുണങ്ങളാണ്: ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഈ 6 ഗുണങ്ങളും ആർക്കുണ്ടോ, ഈ 6 ഗുണങ്ങളെയും ലോകത്തിന് ആര് പ്രദാനം ചെയ്യുന്നുവോ അവൻ ഭഗവാൻ. ആ ഭഗവാനെ ഞാൻ സ്തുതിക്കുന്നു. എങ്ങനെയുള്ളവനാണ് ഭഗവാൻ? അദ്ദേഹം ഒരുപാട് മൂർച്ചയുള്ള വെട്ടിത്തിളങ്ങുന്ന ധാരധാരയായിരിക്കുന്ന ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നു. അപ്പൊ നല്ല ശോഭയുണ്ട്. പോരാത്തതിന് അദ്ദേഹത്തിന് 5 മുഖമുണ്ട്, 10 കൈകളുണ്ട്. അതിൽ അദ്ദേഹം അഗ്നിയെ ധരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അഗ്നി കൊണ്ടുള്ള അസ്ത്രത്തെ ധരിച്ചിരിക്കുന്നു, ദണ്ഡ് പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പിടിച്ച് അദ്ദേഹം ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്ത് കാണിക്കാനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? അതിന് മറുപടി പറയുന്നു, ഭക്തര് എന്തിച്ഛിച്ചു വരുന്നുവോ അത് അപ്പോൾ തന്നെ നടത്തി കൊടുക്കാൻ സാമർഥ്യം തനിക്കുണ്ടെന്ന് കാണിക്കാൻ. ഇപ്പോൾ ഒരു മുഖമുള്ളവനും 2 കൈയുള്ളവനും സാമർഥ്യമുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് 5 ഇരട്ടി സാമർഥ്യമാണ് എനിക്കുള്ളതെന്ന് കാണിക്കാൻ 5 മുഖങ്ങളും 10 കൈകളോടും കൂടി അതിൽ ഈ പറഞ്ഞ അഗ്നിയും ദണ്ഡവും പിടിച്ച് നല്ല വെട്ടിത്തിളങ്ങുന്ന ആഭരണങ്ങൾ ധരിച്ച് എല്ലാവരെയും ആകർഷിച്ച് തൻ്റെ വൈഭവം കാണിച്ചുകൊണ്ട് ഭക്തന്മാർക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ മാത്രമേ ഉള്ളൂ ആഗ്രഹിക്കുന്ന ഫലങ്ങളെയെല്ലാം നൽകുന്നവൻ എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നവനാണെന്ന് ഭക്തന്മാരിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ശക്തിയോടൊത്തവനാണ് ഭഗവാൻ. ഒരുപാട് ഭക്തരുണ്ട് ധർമ്മശാസ്താവിന്. എല്ലാവരും അകമഴിഞ്ഞ് അദ്ദേഹത്തെ സ്തുതിക്കുന്നത് കാണാം. അപ്പൊ ആ ഭക്തരോട് പോയിട്ട് നമ്മൾ ചോദിക്കാൻ, എന്തിനാണ് ഇങ്ങനെ സ്തുതിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും, ഭഗവാന് വളരെയധികം ശക്തിയുണ്ട്. കാരണം ഭക്തർക്കൊക്കെ അതറിയാം, അവ അത്രയും പ്രസിദ്ധമായ ശക്തിയാണ്. എന്താണ് ആ ശക്തി? താൻ ആഗ്രഹിക്കുന്നത് എന്തോ അത് അപ്പോൾ തന്നെ നടത്തി തരാനുള്ള കെൽപ്പ് അദ്ദേഹത്തിനുണ്ട്. അത് കാണിച്ചു തരാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്രയും വിഭവങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ സ്തുതിക്കുന്നു. അപ്പൊ അദ്ദേഹം ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുള്ളത് തനിക്കു വേണ്ടിയല്ല, ഭക്തന്മാർക്ക് വേണ്ടിയാണ്. ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന ആഭരണങ്ങളൊക്കെ ധരിക്കുമ്പോഴാണ് ആൾക്കാരൊന്ന് നോക്കുക. ലൗകികരായ ആൾക്കാർക്ക് പ്രത്യേകിച്ചും ലൗകികമായ വൈശിഷ്ട്യം കാണുമ്പോൾ മാത്രമേ നോക്കാൻ പറ്റൂ. ആത്മീയമായ വൈശിഷ്ട്യം ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഒരുവനിൽ ആത്മീയമായ തേജസ് വളരെ അധികമുണ്ടെങ്കിലും ലൗകികർക്ക് ഒരു പക്ഷെ അത് ധരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവരത് ശ്രദ്ധിക്കാതെ പോകും. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല ഭാവത്തിൽ മഹായോഗീശ്വരന്മാരിയ്ക്കുന്നുണ്ടാവും. ഇപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവും. നമ്മളത് കാണാൻ അങ്ങോട്ട് നോക്കില്ല, കാരണം അവരുടെ വൈഭവം അറിയാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ അവർ തന്നെ ഒരു വലിയ ആശ്രമമൊക്കെ പണിത് ഒരു സിംഹാസനത്തിലൊക്കെ കയറിയിരുന്ന് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് കുറേ ഭക്തരൊക്കെ അടുത്ത് വന്നിരുന്നാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഭൗതികമായ അഭിവൃദ്ധി കാണുമ്പോൾ മാത്രമാണ്, ആ തേജസ് കാണുമ്പോൾ മാത്രമാണ്. അകത്തുള്ള അനുഭൂതിയെ അറിയാൻ നമ്മളിൽ പലർക്കും സാധിക്കില്ല. ഭഗവാനാണെങ്കിൽ കരുണാമയനാണ്. അപ്പൊ സാധിക്കാത്തവരൊക്കെ പൊയ്ക്കോട്ടെ എന്ന ഭാവം ഭഗവാനില്ല. അവരെയും കൊണ്ടുവരണം. കാരണം തന്നെയായിട്ടാണ് കാണുന്നത്. പിതാവിന്റെ ഭാവമാണ് ശാസ്താവിന്. ആ വാക്കിന് അർത്ഥമുണ്ട്. അപ്പൊ പിതാവിന് പുത്രനോടുള്ളത് പോലത്തെ സ്നേഹമാണ് നമ്മളോട് ഭഗവാനുള്ളത്. അപ്പൊ പുത്രനെ നന്നാക്കണമെന്ന് ഭഗവാൻ ഉറപ്പാണ്. അവൻ എന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവൻ എങ്ങനെ ശ്രദ്ധിക്കുമോ ആ ഭാവത്തിലേക്ക് ഞാൻ മാറിക്കൊടുക്കുകയാണ് എന്ന രീതിയിലാണ് അദ്ദേഹം ഇതൊക്കെ ധരിച്ചു. കാരണം അദ്ദേഹത്തിന് ഈ അസ്ത്രവും ദണ്ഡവും ഈ ആഭരണങ്ങളും ഒന്നും ആവശ്യമില്ല. സ്വയം പ്രകാശിക്കുന്ന വസ്തുവാണ് അദ്ദേഹത്തിന്. അദ്ദേഹം തന്നെയാണ് ശോഭ. അദ്ദേഹം അസ്ത്രം പിടിച്ചാൽ അസ്ത്രത്തിന്റെ ഭംഗി കൂടും, ആഭരണം ധരിച്ചാൽ ആഭരണത്തിന്റെ ഭംഗി കൂടും. അല്ലാതെ അദ്ദേഹത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അത്രയും വൈഭവമുള്ള ധർമ്മശാസ്താവ് പക്ഷേ ഇതെല്ലാം ധരിക്കുന്നു. 5 മുഖമൊന്നും പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല, ഒറ്റ മുഖം മതി ഭഗവാന്. 10 കൈകളുടെ ആവശ്യമില്ല, 2 കൈകൾ മതി. പക്ഷെ ഇതൊക്കെ പ്രദർശിപ്പിക്കുന്നത് തൻ്റെ ആ ഫലദാന ഭാവത്തെ സൂചിപ്പിക്കാനാണ്. ഭക്തർ എന്താഗ്രഹിച്ചാലും കൊടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ആശ്രയം എന്ന് ഭക്തൻ മനസ്സിലാക്കണം എന്ന് കരുതി
അത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അത് ഭക്തർക്കിടയിൽ പ്രചരിച്ചിട്ടുണ്ട്. ഭക്തർക്കറിയാം ഇതൊക്കെ ഒരു നാട്യമാണ്, ഇങ്ങനത്തെ ഇതൊന്നും ഭഗവാൻ ആവശ്യമില്ല, ഭഗവാൻ വിചാരിച്ചാൽ തന്നെ എല്ലാ ആഗ്രഹങ്ങളും നടത്തിത്തരുമെന്ന് ഭക്തർക്കറിയാം. കാരണം അത്രയും സാമർഥ്യമുള്ളവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ സ്തുതിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ ഞാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം എനിക്ക് കിട്ടണമെന്നും അങ്ങയുടെ വൈഭവം ഞാൻ നേരിട്ട് കണ്ട് അനുഭവിക്കണമെന്നും ഈ സ്തുതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് 6ാമത്തെ ശ്ലോകം. പഞ്ചാനനം ദശഭുജം ധൃതഹേതി ദണ്ഡം ധാരാവതാദപി ചരൂഷ്ണികമാലികാഭി ഇച്ഛാനുരൂപഫലദോസ്മ്യഹമേവ ഭക്തേഷ്വിത്തം പ്രതീത വിഭവം ഭഗവന്തമീഡേ. അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. സ്മേരാനനാത് ഭഗവത സ്മരശാസനാച്ച മായാഗൃഹീതമഹിലാവപുഷോ ഹരേശ്ച യഃ സംഗമേ സമുദ്ഭൂത് ജഗതീഹ താദൃക് ദേവം നതോസ്മി കരുണാലയമാശ്രയേഹം. യസ് സംഗമേ സമുദ്ഭൂത ജഗതീഹ താദൃക് ദേവം നതോസ്മി കരുണാലയമാശ്രയേഹം. സ്മേരാനനാഥ്. സ്മേരാനനാഥ് എന്ന് പറഞ്ഞാൽ ചിരിച്ച മുഖമുള്ളവനിൽ നിന്നും. ഇതൊരാൾക്കുള്ള വിശേഷണമാണ്. ആർക്കുള്ള വിശേഷണമാണ്? സ്മരശാസനാച്ച, സ്മരശാസനനായ സ്മേരാനനൻ. സ്മരനെ ശാസിച്ചവനാരാ? സ്മരൻ എന്നാൽ കന്ദർപ്പൻ, കാമദേവൻ. കാമദേവനെ ശാസിച്ചവനാരാ? മഹാദേവൻ. അപ്പോൾ സ്മരശാസന ശബ്ദം കൊണ്ട് മഹാദേവനെ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ മഹാദേവൻ എങ്ങനെയുള്ളവനാ? ചിരിച്ച മുഖത്തോടൊത്തോ പ്രസന്നവദനനാണ്. ഭഗവാന്റെ പേര് തന്നെ ശിവൻ എന്നാണ്, മംഗളസ്വരൂപൻ എന്നാണ് അർത്ഥം. അപ്പൊ ആ മംഗളം തന്നെ രൂപമെടുത്തിരിക്കുന്നത് കൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. കാരണം അകത്ത് ആനന്ദമാണ്. ഭഗവാന്റെ ആനന്ദം ഭഗവാന്റെ മുഖത്തിലെ ആ പുഞ്ചിരിയിൽ നിന്നും അതുപോലെ താണ്ഡവത്തിലും പ്രകടമാകും. അപ്പൊ ഇവിടെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന മഹാദേവനിൽ നിന്നും ഭഗവത, ഭഗവാനായിട്ടുള്ള, നേരത്തെ പറഞ്ഞ 6 ഗുണങ്ങളായ ഭഗയുള്ളവനായിട്ടുള്ള, മായാഗൃഹീത മഹിലാവപുഷ, മായയാൽ ഗ്രഹിച്ചിട്ടുള്ള മഹിളയുടെ ദേഹത്തോടൊത്തവൻ, സ്ത്രീ ദേഹത്തോടൊത്തവൻ. ആരാത്? മോഹിനി. ഹരേശ്ച, ഹരി, എല്ലാവരുടെയും പാപങ്ങളെ ഹരിക്കുന്നവൻ, തൻ്റെ സൗന്ദര്യം കൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ മനസ്സിനെ ഹരിക്കുന്നവൻ. ഇതുകൊണ്ടൊക്കെ ഹരിയാണ്. അങ്ങനെയുള്ള ഹരി. അപ്പോൾ മോഹിനി ഭാവത്തിൽ എല്ലാ ഭഗകളും ഭഗവാനായി തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള മോഹിനി ഭാവത്തിൽ ഇരിക്കുന്ന ഹരിയും അതുപോലെ പുഞ്ചിരിച്ചിരിക്കുന്ന ഹരനും കാമദേവനെ ഇല്ലാതെയാക്കിയവനാണ്. അപ്പൊ കാമത്തിന്റെ ഒരു അല്പം പോലും സ്പർശം അവിടെ ഇല്ല എന്ന് സൂചിപ്പിച്ചു. കാരണം മറ്റെന്തെങ്കിലും പദം പറയുന്നതിന് പകരം സ്മരശാസനൻ എന്ന് തന്നെ ശിവനെ വിളിക്കാനും ഇവിടെ ഭഗവതഃ ഹരിഹി എന്ന് വിഷ്ണുവിനെ വിളിക്കാനും കാരണം ഈ വൈഭവം കാണിക്കാനാണ്. പാപങ്ങളെ ഇല്ലാതെയാക്കുന്നവനാണ് ഹരി, കാമത്തെ ഇല്ലാതെയാക്കിയവനാണ് സ്മരശാസനൻ. അപ്പൊ ഇങ്ങനെ 2 ഭാവത്തിലും ശോഭിക്കുന്ന 2 പേരുടെയും യഹ സംഗമേ, ഈ 2 പേരുടെയും ചേർച്ചയിൽ നിന്നും സംഗമത്തിൽ നിന്നും സമുദ്ഭൂത് ജഗതീഹ, ഈ ജഗത്തിൽ ആരാണോ ഉദ്ഭവിച്ചത്, അദ്ദേഹം എങ്ങനെയാണ് ഉദ്ഭവിച്ചത്? കാമദേവനെ ഇല്ലാതെയാക്കിയിട്ടുള്ള മഹാദേവനും അതുപോലെ ഭഗകളുള്ള ഭഗവാനായിരിക്കുന്ന സ്ത്രീരൂപം ധരിച്ചിരിക്കുന്ന ശക്തിഭാവത്തെ പ്രകടമാക്കിയിരിക്കുന്ന ഹരിയും പാപങ്ങളെ മുഴുവൻ ഹരിക്കുന്ന മനസ്സിനെ ആകർഷിക്കുന്നവനായിട്ടുള്ള, കാരണം അത്രയും സൗന്ദര്യമാണ്. മോഹിനി എന്ന് പറഞ്ഞാൽ തന്നെ മോഹിപ്പിക്കുന്നവൾ എന്നാണ്. അത്രയും സൗന്ദര്യമാണ്. അപ്പം അതുകൊണ്ട് മനസ്സിനെ ഹരിക്കുന്നവൻ ഹരി. അങ്ങനെയുള്ള 2 പേരും സംഗമിക്കുമ്പോൾ ഉണ്ടായവനാണ് ഈ ലോകത്തിൽ ആര്? ധർമ്മശാസ്താവ്. അപ്പൊ ഈ 2 ഭാവവും സംഗമിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ കാമത്തെ ഇല്ലാതെയാക്കുന്നവനുമാണ് ഭഗവാൻ, അതുപോലെ തന്നെ മനസ്സിനെ ആകർഷിക്കുന്ന സൗന്ദര്യമുള്ളവനുമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ 2 ഭാവത്തിലും പൂർണ്ണ പുഷ്കല അടുത്തിരിക്കുന്നു. അതുപോലെ 2 ശോഭയുമോടൊത്തവൻ എന്ന് പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സന്തോഷങ്ങളും നമുക്ക് പ്രദാനം ചെയ്യാനുള്ള ശേഷിയാണ് ഹരിയുടെ ശേഷി. അപ്പോൾ ആ ഒരു മോഹിനി ഭാവത്തിൽ നിന്നും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ എന്ന് സൂചിപ്പിച്ചു. കാരണം ആ അംശം അദ്ദേഹത്തിലുണ്ട്.
കാമദേവനെ ഇല്ലാതെയാക്കിയവൻ ശാസിച്ചവനായതുകൊണ്ട് മഹാദേവനിൽ നിന്നും ഈ ലോകത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് ആഗ്രഹത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ അവനവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരമാനന്ദത്തിൽ മഗ്നനായിരുന്ന് മോക്ഷത്തെ നേടാനുള്ള ശേഷിയും അദ്ദേഹത്തിലുണ്ട്. അപ്പൊ ഈ രണ്ട് ഭാവവും ഭുക്തിയും മുക്തിയും ഒരുമിച്ച് സംഗമിച്ചാൽ ആരുണ്ടാകുമോ അതാണ് ശ്രീധർമ്മശാസ്താവ്. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹം താദൃക് അവിധമുള്ള അദ്ദേഹം ദേവം ദേവനെ, അതായത് ദാനം കൊടുക്കുന്നവൻ, പ്രകാശിക്കുന്നവൻ, നതോസ്മി ഞാൻ നമിക്കുന്നു, ഞാൻ നമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ. കരുണാലയം ആശ്രയേഹം, അദ്ദേഹം കരുണയുടെ ആലയമാണ്. നേരത്തെ പറഞ്ഞതാണ് കരുണയുടെ നിധാനമാണെന്ന് പറഞ്ഞു, ദയയുടെ ഇരിപ്പിടമാണെന്ന് പറഞ്ഞു. ഇവിടെ ദയയുടെ ആലയമാണെന്ന് പറയുന്നു. ദയ വസിക്കുന്നത് അദ്ദേഹത്തിലാണ്. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് സമീപിക്കാൻ നമുക്ക് സാധിച്ചാൽ, നമുക്ക് അദ്ദേഹത്തോട് ചെറിയ ഒരു ചേർച്ചയെങ്കിലും ഉണ്ടായാൽ ദയ ഇങ്ങനെ പ്രവഹിക്കും നമ്മളിലേക്ക്. അദ്ദേഹത്തിന്റെ ദയ പ്രവഹിക്കുമ്പോൾ ജീവിതത്തിൽ മംഗളം മാത്രമേ ഉണ്ടാകൂ. പിന്നെ ഒരു ദോഷവും നമുക്കില്ല. പിന്നെ ദോഷമില്ലാതെയാക്കാൻ പ്രയത്നിക്കേണ്ട ആവശ്യവുമില്ല. അപ്പൊ അതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ദയ കൊണ്ട്. അതുകൊണ്ട് കരുണാലയനാണ് അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹത്തെ അഹം ആശ്രയേ, ഞാൻ ആശ്രയിക്കുന്നു. ഭുക്തി തരാനും മുക്തി തരാനും കെൽപ്പുള്ളവനാണ്. കാരണം ഭുക്തിയുടെയും മുക്തിയുടെയും സംഗമത്തിൽ നിന്നും ജനിച്ചിട്ടുള്ളവനാണ്. അപ്പൊ ലോകത്തെ മുഴുവൻ ഉപേക്ഷിച്ചു പോകുന്നവനുമല്ല, ലോകത്തിൽ മുഴുകി തന്നെ മറക്കുന്നവനുമല്ല. ലോകത്തിൽ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് തന്നെയും അറിഞ്ഞുകൊണ്ട് ഈ ലോകത്തെ തരണം ചെയ്യുന്നവനാണ്. യോഗേശ്വരനായ കൃഷ്ണന്റെ ഒക്കെ ഭാവം അതാണ്. അദ്ദേഹം ലോകത്തിൽ തന്നെ വ്യവഹരിച്ചു, പക്ഷെ അത് ലോകത്തിന് ഒരു അല്പം പോലും ഒട്ടൽ അദ്ദേഹത്തിനുണ്ടായില്ല. അത് തരണം ചെയ്തുകൊണ്ട് സ്വധാമത്തിലേക്ക് പോയി. അതുപോലെ പോകാനുള്ള കെൽപ്പ് നമുക്കും പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവ്. ശാസ്താവ് എന്ന പദത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ ശക്തിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തിനെ ഞാൻ ആശ്രയിക്കുന്നു. ആദ്യം നമിച്ചിരിക്കുകയാണ് ഞാൻ. അങ്ങനെ നമിച്ചിരിക്കുന്ന ഞാൻ അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. എനിക്ക് മറ്റൊരാശ്രയമില്ല. ഭഗവാനെ ശ്രീധർമ്മശാസ്താവെ, എന്നെ സ്വീകരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. സ്മേരാനനാദ് ഭഗവത സ്മരശാസനാച്ച മായാ ഗൃഹീത മഹിലാവപുഷോ ഹരേശ്ച യസ്സംഗമേ സമുദ്ഭൂത ജഗതീഹ താദൃക് ദേവം നതോസ്മി കരുണാലയമാശ്രയേഹം. ഇതായിരുന്നു 7ാമത്തെ ശ്ലോകം. അടുത്തത് അവസാനത്തെ ശ്ലോകമാണ് അഷ്ടകത്തിലെ 8ാമത്തെ ശ്ലോകം. യസ്യൈവ ഭക്തജനമത്ര ഗൃണന്തി ലോകേ കിം വാ മയഃ കിമഥവാ സുരവർദ്ധകിർവാ വേധാ കിമേഷനനുശംബര ഏഷ വാ കിം ഇത്യേവ തം ശരണമാശുതരം വ്രജാമി. വളരെ രസകരമായൊരു ശ്ലോകമാണ്. യസ്യൈവ ഭക്തജനമത്ര ഗൃണന്തി ലോകേ, ആരെയാണോ ഭക്തജനങ്ങൾ അത്ര ഇവിടെ ഈ ലോകത്തിൽ ഗൃണന്തി, ഗൃണന്തി എന്ന് പറഞ്ഞാൽ വർണ്ണിക്കുന്നു, സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ ഭക്തർ, കാരണം ഭഗവാനെ അറിയുന്നവർക്കേ ഭഗവാനെ വർണ്ണിക്കാൻ പറ്റും. ഭഗവാനെ അറിയണമെങ്കിൽ ഭഗവാനോട് ഭക്തി ഉണ്ടാവണം. ആ ഭക്തി ഭഗവാനിലേക്ക് നമ്മളെ ഇങ്ങനെ അടുപ്പിക്കും. അപ്പൊ അങ്ങനെ അടുക്കും തോറും ഭഗവാനെ നമ്മൾ നിരീക്ഷിക്കുകയാണ്. അങ്ങനെ നിരീക്ഷിക്കുന്ന ഭക്തൻ കാണുന്നത് എന്താ? വളരെ വിചിത്രമായ ലീലകളാണ് ഭഗവാൻ ചെയ്യുന്നത്. അത്ഭുതകരമായ ലീലകളാണ്. അത്ഭുതകരമായ ലീലകൾ ചെയ്യുമ്പോൾ ഭക്തർ ആലോചിക്കുകയാണ്, ഇത് ആരാണ്? കാരണം അത്ഭുത ലീലകൾ ചെയ്യുന്ന ഒരാളെ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. അതാരാ? മയൻ. അസുര ശില്പിയാണ് മയൻ. സങ്കല്പിക്കുന്നതിൽ നിന്ന് തന്നെ പല പല വിചിത്രമായ, യുക്തിക്ക് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത സൃഷ്ടികളും അദ്ദേഹം നടത്തും. ഇപ്പൊ മയൻ നിർമ്മിച്ച സഭ മഹാഭാരതത്തിലെ വലിയൊരു ഭാഗമാണത്. പ്രസക്തമായ ഭാഗമാണ് മയൻ നിർമ്മിച്ച സഭ. അപ്പൊ മയന്റെ ആ വൈഭവമുണ്ട്. അപ്പൊ ഇത് മയനാണോ എന്ന് ഭക്തർ ആലോചിക്കും. പിന്നെ പറയും, അല്ല, മയനേക്കാൾ കെൽപ്പുള്ളവനാണ്, മയനേക്കാൾ ശക്തനാണ് ഇദ്ദേഹം. ഇദ്ദേഹം ചെയ്യുന്ന ലീലകളൊന്നും മയന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മയനല്ല, പിന്നെ ആരായിരിക്കും? അപ്പൊ കുറച്ചുകൂടി ആലോചിച്ച് നോക്കുമ്പോൾ പറയും, ഒരു പക്ഷേ ഇത് ദേവന്മാരുടെ ശില്പിയുണ്ട്, അതായത് വിശ്വകർമാവ്. കാരണം അസുര ശില്പിയാണ് മയൻ. അപ്പൊ ദേവന്മാരുടെ ശില്പിയുണ്ട് വിശ്വകർമാവ്. ആ വിശ്വകർമാവ് ആയിരിക്കുമോ? അതാണ് ഇവിടെ. അതായത് കിം വാ മയ, ഇത് മയനാണോ? കിം അഥവാ സുരവർദ്ധികീർവാ, സുരവർദ്ധക്കി എന്ന് വിളിക്കുന്നത് വിശ്വകർമാവിനെയാണ്. അപ്പൊ ആദ്യം ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഭക്തർ ഇങ്ങനെ ധ്യാനിച്ച് എത്തുകയാണ്. കുറേശ്ശെ സമീപിക്കുകയാണ്. ആ സമീപിക്കും തോറും ഭഗവാന്റെ ലീലകൾ കാണാൻ തുടങ്ങും. ഇപ്പൊ നമ്മുടെയൊക്കെ ചുറ്റും ഭഗവാന്റെ ലീലകൾ നടക്കുന്നുണ്ട്. ധർമ്മശാസ്താവിന്റെ ഇച്ഛ കൊണ്ട് മാത്രമാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇച്ഛയാണ് ഇതെല്ലാം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ട്, വ്യാപിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നില്ല. കാണണമെങ്കിൽ നമുക്ക് ഭക്തി ഉണ്ടാകും.
അങ്ങനെ ഭക്തി നേടി നമ്മൾ കുറേശ്ശെ അദ്ദേഹത്തോട് അടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലീലകൾ കാണാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും അത് യുക്തിക്ക് നിരക്കുന്നതല്ല. കാരണം പ്രകൃതിക്ക് ചില നിയമങ്ങളുണ്ട്. അതിനും അതീതനായി നിൽക്കുന്നവൻ, കർത്തും അകർത്തും അന്യഥാ കർത്തും സമർത്ഥ, ആ ഭാവത്തിൽ ഇരിക്കുന്ന ഈശ്വരനാണ്. അപ്പൊ വിചിത്ര കർമാവാണ്. അപ്പൊ വിചിത്രമായ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആദ്യം ആലോചിക്കും മയനാണോ? കാരണം മയൻ വളരെയധികം വിചിത്രമായ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവനാണ്. മയനാണോ ഇദ്ദേഹം? അല്ല. എന്നാൽ പിന്നെ മയനേക്കാൾ ശ്രേഷ്ഠനായ ഒരാളുണ്ട്, അതാണ് വിശ്വകർമാവ്. ഇപ്പോൾ വർദ്ധക്കി എന്ന ശബ്ദത്തിന് ആശാരി എന്നാണ് അർത്ഥം. അപ്പോൾ സുരന്മാരുടെ വർദ്ധക്കി, അതാണ് സുരവർദ്ധക്കി. സുരന്മാരുടെ വർദ്ധക്കി എന്നാൽ സുരന്മാരുടെ ആശാരി, സുരന്മാരുടെ അവിടെ പ്രവൃത്തി നടത്തുന്ന ശില്പി, അതായത് വിശ്വകർമാവ്. അപ്പോൾ മയൻ അല്ലെങ്കിൽ വിശ്വകർമാവായിരിക്കും. എന്നിട്ട് വിശ്വകർമാവുമായിട്ട് തുലനം ചെയ്ത് നോക്കണം. അപ്പോൾ വിശ്വകർമാവിന്റെ ഒന്നുമല്ല. ഇദ്ദേഹം അതിനേക്കാൾ ശ്രേഷ്ഠമായി അത്ഭുതങ്ങൾ കാണിക്കുന്നു, അതിനേക്കാൾ വിചിത്രമായ ലീലകൾ ആടുന്നു. അപ്പോൾ മയനുമല്ല, വിശ്വകർമാവുമല്ല. പിന്നെ ഇത്രയും ഗംഭീരമായ അത്ഭുതങ്ങൾ കാണിക്കുന്നത് ആരാ? അത് സ്രഷ്ടാവായ ബ്രഹ്മാവായിരിക്കും. അതാണ് ഇവിടെ വേദാക്കിമേവ എന്ന് പറയുന്നത്. വേദ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. അപ്പൊ ഇനി ബ്രഹ്മാവായിരിക്കും. കാരണം മയനുമല്ല, വിശ്വകർമാവുമല്ല. അപ്പൊ പിന്നെ സ്രഷ്ടാവ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ബ്രഹ്മാവിനോട് തുലന ചെയ്ത് ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിച്ചു നോക്കുമ്പോൾ ബ്രഹ്മാവും ഒന്നുമല്ല. കാരണം ബ്രഹ്മാവിനും അതീതമായ അത്ഭുതങ്ങൾ ഇദ്ദേഹം കാണിക്കുന്നു. ബ്രഹ്മാവ് പോലും ഇദ്ദേഹത്തെ പൂജിക്കുന്നതായിട്ട് അവർ മനസ്സിലാക്കുന്നു. അപ്പൊ ബ്രഹ്മാവിനേക്കാളും ഉപരിയാണ്. അപ്പോൾ പിന്നെ ആരായിരിക്കും? നനു ശംബര ഏഷവാക്യം. ഇദ്ദേഹം ശംബര ശബ്ദത്തിന് മായ എന്നാണ് അർത്ഥം. അപ്പൊ ഇദ്ദേഹം സാക്ഷാത് മായ തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. കാരണം മായയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടാകുന്നതും ബ്രഹ്മാവിൽ നിന്നാണ് വിശ്വകർമാവും മയനും ഉണ്ടാകുന്നതും ഈ സൃഷ്ടി മുഴുവൻ ഉണ്ടാകുന്നു. അപ്പൊ എല്ലാത്തിനും ഉറവിടമായിരിക്കുന്ന മായ എന്ന് പറയുന്നത് ആ ശക്തിയാണ്. എല്ലാത്തിൻ്റെയും ഉറവിടമായി എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്ന ആ ശക്തി തന്നെയാണോ ഇദ്ദേഹം എന്ന് ഇത്യേവ എന്നിപ്രകാരം തം ശരണമാശുതരം വ്രജാമി. ഭക്തജനങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുന്നു. ഇതാണ് ആദ്യം പറഞ്ഞത്. എങ്ങനെ? അദ്ദേഹം മയനാണോ? അല്ല, മയനേക്കാൾ ശ്രേഷ്ഠനാണ്. വിശ്വകർമാവാണോ? അല്ല, അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനാണ്. ബ്രഹ്മാവാണോ? അല്ല, അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനാണ്. അപ്പൊ പിന്നെ മായയാണോ? ആ മായയാവാം, അല്ലോ അതിനും അപ്പുറമാണോ എന്ന് ഉറപ്പില്ല എന്ന ഭാവത്തിൽ ഭക്തര് വർണ്ണിക്കുന്നു. ഗൃണന്തി. കാരണം മായയ്ക്കും പതിയാണ്. അപ്പൊ മായയിൽ പോയിട്ടും നിർത്താൻ പറ്റില്ല, അതിനും അപ്പുറമുണ്ട്. അപ്പൊ ഇദ്ദേഹം ആരാണെന്ന് മായയിൽ നിൽക്കുന്ന നമുക്ക് മനസ്സിലാവില്ല. കാരണം നമുക്ക് മായ വരെയേ പ്രവേശമുള്ളൂ, അതിനപ്പുറം പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനപ്പുറം പറയാത്തത്. നനുശംബര ഏഷവാക്യം എന്ന് പറഞ്ഞ് നിർത്തുന്നത്. അതിനപ്പുറം പോകാൻ നമുക്ക് പറ്റില്ല. മായയിലുള്ള നമുക്ക് മായ മാത്രമാണ് പരിധി, അതിനപ്പുറം പ്രവേശമില്ല. അപ്പൊ നമുക്ക് പോകാൻ പറ്റുന്ന പരിധിയിൽ പോയിട്ടും പറയാൻ ഇതൊന്നുമല്ല, ഇതിനും അപ്പുറമാണ്, പരാത്പരനാണ് ഭഗവാൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത്രയും വൈഭവത്തോടുത്തവനാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ, ഇങ്ങനെയെല്ലാം ഭക്തരാൽ വർണ്ണിക്കപ്പെടുന്ന അദ്ദേഹത്തെ ആശുതരം ശരണം വ്രജാമി. ആശു എന്നാൽ വേഗം, ആശുതരം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഭഗവാൻ മായയ്ക്കും അതീതമാണ്. ഇപ്പോൾ ലോകത്തിലെ അസുരന്മാർക്ക് വേണ്ടി ചെയ്യുന്നത് മയനും സുരന്മാർക്ക് വേണ്ടി ചെയ്യുന്നത് വിശ്വകർമാവുമാണ്. അവരേക്കാൾ ശ്രേഷ്ഠനായ ബ്രഹ്മാവ് പ്രവർത്തിക്കുന്നു. ആ ബ്രഹ്മാവിനേക്കാൾ ശ്രേഷ്ഠമായ മായ, ആ മായയും ആരെ ആശ്രയിക്കുന്നുവോ അവനാണ് ഈ ധർമ്മശാസ്താവ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ അല്ലേ ആശ്രയിക്കേണ്ടത്? കാരണം അദ്ദേഹത്തിന്റെ ആശ്രയം ലഭിച്ചാൽ ഈ സമസ്ത പ്രപഞ്ചവും എനിക്ക് ആശ്രയം നൽകും. കാരണം എല്ലാമായി ശോഭിക്കുന്നത്, എല്ലാം നിയന്ത്രിച്ചു നിൽക്കുന്ന രാജാവ്, പിതാവ്, ആചാര്യൻ, ശാസ്താവ് ഇതെല്ലാം അദ്ദേഹമാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആശുതരം വളരെ പെട്ടെന്ന് തന്നെ ശരണം പ്രാപിക്കുന്നു. പെട്ടെന്ന് പോരാ, വളരെ പെട്ടെന്ന് എന്ന് എടുത്തു പറയുന്നത് ഇപ്പോൾ തന്നെ എനിക്ക് ആ ശരണം കിട്ടണം, എനിക്ക് മറ്റൊരു ആശ്രയവുമില്ല, അങ്ങ് മാത്രമാണ് ആശ്രയം എന്ന് ഭക്തൻ അനുഭവിച്ചറിയുന്ന ആ ആവേശമാണ് അവിടെ ധ്വനിക്കുന്നത്. കവി അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ഭഗവാന്റെ മഹിമ മനസ്സിലാക്കി 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 നമ്മുടെ മനസ്സിൽ നിന്നും ഒരു വിസ്ഫോടനം ഉണ്ടാവണം, ഭക്തിയുടെ വിസ്ഫോടനം. ഭഗവാനിലേക്ക് ഒഴുകി ഭഗവാനിൽ അങ്ങോട്ട് ലയിച്ചില്ലാതെ ആകണമെന്ന ഭാവം ഉണ്ടാവണം. ആ ശരണാഗതി നമുക്കുണ്ടാവാൻ വേണ്ടിയാണ് ഈ ഒരു ഭാവം അവസാനത്തിൽ കാണിച്ചിരിക്കുന്നത്. തം ശരണമാശുതരം വ്രജാമി. പെട്ടെന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ ശരണം പ്രാപിക്കുന്നു. ഇതാണ് അവസാനത്തെ ശ്ലോകം, 8ാമത്തെ ശ്ലോകം. യസ്യൈവ ഭക്തജനമത്ര ഗൃണന്തി ലോകേ കിം വാ മയഃ കിമഥവാ സുരവർദ്ധകിർവാ വേധാ കിമേഷ നനു ശംബര ഏഷ വാ കിം ഇത്യേവ തം ശരണമാശുതരം വ്രജാമി.
ഇത് ശ്രീധർമ്മശാസ്താഷ്ടകം സമ്പൂർണം. ഓം തത്സത്. അങ്ങനെ ശ്രീധർമ്മശാസ്താവിനെ സ്തുതിക്കുന്ന 8 ശ്ലോകങ്ങളുള്ള ഈ സ്തോത്രരത്നം സമ്പൂർണമാകുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഫലശ്രുതിയൊന്നും കാണാനില്ല. കാരണം ഭഗവാന്റെ മഹിമയെ തന്നെ ഇത് വ്യക്തമാക്കി. ആ മഹിമ നമുക്ക് ഉൾക്കൊണ്ടാൻ സാധിച്ചാൽ പിന്നെ ഇതിൻ്റെ ഫലം എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. കാരണം സർവം തന്നെയാണ് ഇതിൻ്റെ ഫലം. ഭുക്തിയും മുക്തിയും ഒരുപോലെ കിട്ടും. അപ്പോൾ ധർമ്മശാസ്താവിനെ മനസ്സുകൊണ്ട് നന്നായി സ്മരിച്ച് അദ്ദേഹത്തിൻ്റെ വൈഭവത്തെ ഈ പദങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച്, ഇപ്പോൾ ചെവിയിലൂടെ നിങ്ങൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് പ്രവേശിക്കണം. അങ്ങനെ ഹൃദയത്തിലേക്ക് ഇറങ്ങി 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 ഹൃദയത്തിൽ ധർമ്മശാസ്താവിൻ്റെ ഒരു രൂപം തന്നെ, ഒരു വിഗ്രഹം തന്നെ ഇത് തീർക്കണം. അങ്ങനെ ധർമ്മശാസ്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമായാൽ ഈ ഒരു സ്തോത്രത്തിൻ്റെ വ്യാഖ്യാനം കേട്ടതിൻ്റെ ഫലം നിങ്ങൾക്കുണ്ടാവും. പിന്നെ ധർമ്മശാസ്താവിൻ്റെ വഴി, അദ്ദേഹം ഏത് ദിശയിൽ നിങ്ങളെ നയിക്കുന്നു ആ ദിശയിൽ നിങ്ങൾ നടന്നാൽ മതി. സധൈര്യം നിങ്ങൾക്ക് വിജയം വരിക്കാൻ പറ്റും. തടസ്സങ്ങളെല്ലാം തനിയെ നീങ്ങിക്കിട്ടും. നിങ്ങൾ നേടേണ്ടതെന്തോ അത് നിങ്ങൾക്ക് ലഭിക്കും. അതിനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ആ ധർമ്മശാസ്താവിനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്രീധർമ്മശാസ്താഷ്ടകത്തിൻ്റെ എളിയമായ വ്യാഖ്യാനം ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരിഹരസുതനേ ശരണമയ്യപ്പ. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.